ब्लेसेड आशीषित उपवास प्रार्थना आज हम कंप्लीट कर रहे हैं। जैसे हम प्लानिंग किया उसी रीति में ये कुछ अलग रीति में प्रभु ने इस समय को उपवास प्रार्थना को तैयार किया। നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമ്മൾ പ്ലാൻ ചെയ്തതുപോലല്ല, വ്യത്യസ്ത രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. पिछले दिनों में कुछ लोग फास्टिंग में था। കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് പേര് ഫാസ്റ്റിങ്ങിലായിരുന്നു. कलीसिया का 7 दिन उपवास के साथ में और अलग से भी 21 दिन उपवास किया परमेश्वर के बच्चों में है। ദൈവസഭയുടെ 7 ദിവസം ഉപവാസത്തോടൊപ്പം തന്നെ അതിൽ കൂടുതൽ ദിവസങ്ങൾ ഉപവാസത്തോടുന്ന ദൈവമക്കളുമുണ്ട്. सबका जीवन में उस जो फास्टिंग प्रेयर बहुत बड़ा छुटकारा जरूर लाया है। നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഉപവാസ പ്രാർത്ഥന വലിയ വിടുതൽ കർത്താവ് കൊണ്ടുവരാൻ ഇടയായി. इसका रिजल्ट आने वाला दिनों में हम देखेगा। വരും ദിവസങ്ങൾ അതിന്റെ വലിയ റിസൾട്ട് നമ്മളെല്ലാം കാണാൻ പോവുകയാണ്. अहवा नदी का किनारा में यशरा और उनके साथ में आए वो लोग जब उपवास के साथ में बैठा, അഹവ നദീതീരത്തെ എസ്രയും തന്റെ കൂടെയുള്ള ഒരു ഉപവാസത്തോടെ ഇരുന്നത് പോലെ हालेलुया। प्रभु ने क्या किया? ദൈവം എന്താണ് ചെയ്തത്? प्रभु का हाथ उनके साथ में रहा लिखा है। ദൈവത്തിന്റെ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. उपवास के साथ में प्रार्थना करने वाले परमेश्वर के बच्चों के साथ में प्रभु के हाथ रहेगा। ഉപവാസത്തോടെ പ്രാർത്ഥനയോടിരിക്കുന്ന ദൈവമക്കളോട് ഓരോരുത്തരോടൊപ്പം ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. उपवास बहुत पावरफुल है। ഉപവാസം എന്നത് വളരെ ശക്തമായ കാര്യമാണ്. बाकी काफी प्रार्थना आपको जब लगेगा फेल हो गया, कुछ समय उपवास के साथ में प्रार्थना करके देख लीजिए। ചില സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ പ്രാർത്ഥന പരാജയപ്പെട്ടു എന്ന്. എന്നാൽ നിങ്ങൾ അല്പസമയം ഉപവാസത്തോടെ ദൈവസന്നിധി വേർതിരിച്ചു നോക്കുക. बिब्लिकल हिस्ट्री में ബൈബിളിന്റെ ചരിത്രത്തില് जो बाबिलोन में बदुआई में गया लोग, ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ പ്രിയമുള്ളവര് उस समय से ज्यादा उपवास शुरू किया। അന്ന് മുതൽ അവർ ഒത്തിരി ഉപവാസത്തോടെ ഇരിപ്പാൻ അവർ താല്പര്യപ്പെട്ടു. बाबिलोन का जो एक्सेल कहते, बंदुआई कहते, ബാബിലോണിലെ പ്രവാസം എന്നാണ് പറയുന്നത്. बंदुआई अच्छे बात नहीं है। ഒരിക്കലും പ്രവാസം എന്നുള്ളത്, തടവ് എന്നുള്ളത് നല്ല കാര്യമല്ല. इसराइल का इतिहास में बहुत अच्छे अच्छे कुछ काम हुआ था। അതുകൊണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുവാനിടയായി. एक बहुत अच्छे एक बात उनका बीच में हुआ। ഒരു നല്ല കാര്യം അവരുടെ ഇടയിൽ ഉണ്ടായത്, उनका बीच में एक बहुत बड़ा जागृति आई। അവരുടെ ഇടയിൽ വലിയൊരു ഉണർവ് ഉണ്ടാകുവാനിടയായി. ऐसे लोग पूछना शुरू किया, അവർ ഇപ്രകാരം ചോദിക്കാൻ തുടങ്ങി, हम गलती किया नहीं? ഞങ്ങൾ തെറ്റ് ചെയ്തില്ല. पिता लोग गलती करने का वजह से हम बंदुआई में आया। ഞങ്ങളുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രവാസത്തിലേക്ക് കടന്നു വന്നത്. दानियल बंदुआई में आया, ദാനിയേൽ പ്രവാസത്തിലേക്ക് വന്നു. दानियल का गलती से नहीं था। അത് ദാനിയേലിന്റെ തെറ്റിൽ കൊണ്ടല്ല कुछ വന്നത്. पीढ़ी पहले का पीढ़ी ने किया वह गलती से। അവരുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്ത തെറ്റുകൊണ്ടാണ് അവർ പ്രവാസത്തിലേക്ക് കടന്നു വന്നത്. खट्टा जो अंगूर खाया पिता, പുളിച്ച മുന്തിരിങ്ങ കഴിച്ച പിതാവ്, लेकिन उसका असर बच्चों के ऊपर था। എന്നാൽ അവരുടേതായ അതിന്റെ ഫലം വന്നത് കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ ऐसे മേലാണ്. कभी होता नहीं है, അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നില്ല. लेकिन ऐसे हुआ इसराइल के साथ। എന്നാൽ ഇസ്രായേലിനോടൊപ്പം അങ്ങനെ സംഭവിച്ചു. सो एक बहुत बड़ा जागृति इनका बीच में आया। അതുകൊണ്ട് വലിയൊരു ഉണർവ് അവരുടെ നടുവിലേക്ക് കടന്നു വരുവാനിടയായി. So the people who went to that exile बदुआई में गया वो लोग साथ में एक निर्णय लिया। പ്രവാസത്തിലേക്ക് കടന്നുപോയവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു അവരെടുത്ത തീരുമാനം? अपने बाप दादाओं, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ परमेश्वर का वचन को तोड़ के जीने का कारण से ദൈവവചനത്തെ ലംഘിച്ച് വിട്ടു ജീവിച്ചത് കൊണ്ട് बच्चों के ऊपर इस जो कष्ट दुख आ गया। ഞങ്ങളുടെ കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ തലമുറയുടെ മേൽ ഈ ദുഃഖങ്ങൾ കഷ്ടങ്ങൾ കടന്നു വരുകയാണ്. निर्णय लिया, അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു, हम बहुत लव लगा के परमेश्वर का वचन का पालन करेगा। അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരായി ജീവിക്കും. बहुत स्ट्रिक्टली वो लोग वचन को फॉलो करना शुरू किया। വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ദൈവവചനത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. द सेंस थोड़ा एक्सट्रीम हो गया, लिटरली फॉलो करना शुरू किया। സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന് പ്രകാരം അവർ അതിനെ അനുഗമിക്കാൻ That was തുടങ്ങി. the reason for the origin of a group called Pharisees. फरीसियों करके जो ग्रुप इस कारण से बन गया। അങ്ങനെയാണ് പരീശന്മാർ എന്ന ഗ്രൂപ്പ് ഉണ്ടായത്. फरीसियों जो ग्रुप है ना, ये बाबिलोन बंदुआई के बीच में एक जागृति का प्रोडक्ट है। हालेलुया। പരീശന്മാർ എന്ന ഗ്രൂപ്പ് ഈ ബാബിലോണിലെ ഈ പ്രവാസത്തിന്റെ അവരുടെ ഉണർവിൻ്റെതായ ഒരു ഗ്രൂപ്പാണ്. हालेलुया।
एक जागृति का रिजल्ट है। ഒരു ഉണർവിന്റെ റിസൾട്ട് ആണ് फरीसियों പരീശന്മാര്. सिखाना शुरू किया परमेश्वर का वचन को हम क्या करना है, पक्का पालना करना है। പരീശന്മാർ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി ദൈവവചനത്തെ നമ്മൾ അത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരായിരിക്കും. गलती हमें करना नहीं। നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. दूसरा बाबिलोनियन एक्सेल का बहुत बड़ा एक अच्छा रिजल्ट। രണ്ടാമത് ബാബിലോണിലെ പ്രവാസ ജീവിതത്തിലെ നല്ലൊരു റിസൾട്ട്. हालेलुया। क्या था मालूम है? അതെന്തായിരുന്നു? सिस्टम ऑफ फास्टिंग प्रेयर। അവര് ഉപവാസത്തോടിരിക്കുവാൻ ഉപവാസത്തിന്റെ സിസ്റ്റം അന്ന് ആരംഭിച്ചു. बाबिलोन में बहुत फास्टिंग। ബാബിലോണിൽ അവർ ഒത്തിരി ഉപവാസത്തോടെ हर ഇരുന്നു. साल फास्टिंग। എല്ലാ വർഷവും ഒരു ഉപവാസത്തോടെ ഇരുന്നു. 70 years 70 വർഷം पूरा फास्टिंग। മുഴുവൻ അവർ ഫാസ്റ്റിംഗ് जकरिया का पुस्तक आप पढ़ेगा तो സെക്കരിയാവിന്റെ പുസ്തകം നമ്മൾ उधर വായിക്കുമ്പോൾ हम ऐसे देख सकते हैं। അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. इस्राएल का जो बुजुर्ग लोग लीडर्स भविष्यवक्ता को आके पूछ रहे, ഇസ്രായേലിലെ മൂപ്പന്മാർ പ്രവാചകന്മാരോട് ഒന്ന് ചോദിക്കുകയാണ്, हम पिछले 70 साल ഞങ്ങൾ കഴിഞ്ഞ 70 വർഷമായിട്ട് वर्ष में साल में 2 बार फास्टिंग रखते था। വർഷത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ ഉപവാസം इतना വെക്കുമായിരുന്നു. वर्षों फास्टिंग किया। 70 years 70 വർഷം അവർ ഇപ്രകാരം ഉപവാസത്തോടെ ആയിരുന്നു. 70 years डिलीवरेंस के लिए प्रार्थना कर रहे। 70 വർഷമായിട്ട് അവർ ആ വിടുതലിന് വേണ്ടി मुझे പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. लग रहा है 70 साल के अंदर एक पीढ़ी बदल गया होगा। सही है ना? ഞാൻ ചിന്തിക്കുന്നു ആ 70 വർഷത്തിനുള്ളിൽ ഒരു തലമുറ കഴിഞ്ഞു പോയിരിക്കുന്നു. मतलब पीढ़ी पीढ़ी तक क्या कर रहे हैं, फास्टिंग में बैठा है। തലമുറയായിട്ട് ഒരു ഉപവാസത്തോടെ ഇരിക്കുകയാണ് അവിടെ. पिछले पीढ़ी प्रार्थना किया കഴിഞ്ഞ തലമുറ പ്രാർത്ഥിച്ചു इस बंधुआई खत्म होने के ഈ लिए, പ്രവാസം അവരുടെ ജീവിതത്തിൽ इससे നിന്ന് बाहर മാറുവാൻ, आने के लिए। ഇതിൽ നിന്ന് പുറത്തു വരുവാൻ उत्तर വേണ്ടി मिला नहीं। അവർക്ക് ഉത്തരം ലഭിച്ചില്ല. अगले पीढ़ी भी वही कंटिन्यू कर रही है। അടുത്ത തലമുറ ഇതേ പ്രാർത്ഥനയായിട്ട് अगले മുന്നേറുകയാണ്. पीढ़ी कहा नहीं, അടുത്ത തലമുറ मेरे പറഞ്ഞില്ല, बाप दादाओं का समय में प्रार्थना किए कुछ हुआ नहीं, इसलिए हम प्रार्थना नहीं करेगा। ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു ഉപവസിച്ചു ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നവർ आप പറഞ്ഞില്ല. देख लीजिए कितना फर्वेंटली वो लोग उपवास किया था। നിങ്ങൾ നോക്കുക, വളരെ ഉത്സാഹത്തോടെ അവർ ഉപവസിക്കുവാനിടയായി. After 70 years ആ 70 വർഷത്തിന് ശേഷം ये लोग जकरिया के पास आके पूछ रहे, അവർ സെക്കരിയാവിനോട് വന്ന് ചോദിക്കുകയാണ്, क्या हम इस फास्टिंग कंटिन्यू करना ഞങ്ങൾ चाहिए? ഈ ഉപവാസം പിന്നെയും തുടരണമോ? ऑलमोस्ट डिलीवरेंस शुरू हो गया ഏകദേശം വിടുതൽ അവരുടെ ജീവിതത്തിൽ ആരംഭിച്ചു. जकरिया का समय में, സെക്കരിയാവിന്റെ സമയത്ത് एजरा के नेतृत्व में, सेरुब्बाबेल का नेतृत्व में ऑलरेडी कुछ लोग हालेलुया जेरूशलेम पहुंचाए मंदिर बनाने के लिए। എസ്രയുടെ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ കുറച്ച് പേര് ആലയം പണിയാൻ വേണ്ടി അവരെ എത്തുവാനിടയായി. मंदिर का फाउंडेशन स्टोन डाला, ആലയത്തിന്റെ അവർ അടിസ്ഥാന കല്ലിടുവാനിടയായി. काम तो शुरू किया है, പ്രവൃത്തി തുടങ്ങി, ജോലി लेकिन തുടങ്ങി. काम आगे नहीं बढ़ रहा। എന്നാൽ അതിന്റേതായ ആലയത്തിന്റെ പണി മുന്നോട്ട് പോകുന്നില്ല. डिलीवरेंस शुरू हो गया, ഓൾറെഡി ഇവിടെ വിടുതൽ തുടങ്ങിയിരിക്കുന്നു. promises fulfill हो रहे। വാഗ്ദത്തങ്ങൾ പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. जैसे यशायाह ने भविष्यवाणी दिया, യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ पर्शियन किंग साइरस उन्होंने खुसरू उन्होंने राज करना शुरू किया। കോരസ് രാജാവ് ഭരിക്കുവാൻ തുടങ്ങി. Promises are getting fulfilled. വാഗ്ദത്തം Now they have a പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. question, ഇപ്പൊ അവരൊരു ചോദ്യം, क्या हम उस फास्टिंग कंटिन्यू करना है? ഞങ്ങൾ ഇപ്പോഴും ആ ഫാസ്റ്റിംഗ് തുടരണമോ? 70 years फास्टिंग किया था, 70 വർഷമായിട്ട് ഒരു वर्ष ഉപവാസത്തോടെ में ഇരുന്നു. 2 बार, വർഷത്തിൽ 2 പ്രാവശ്യം 2 अलग अलग महीने में। വ്യത്യസ്തമായ जकरिया 2 का पुस्तक में മാസങ്ങളിൽ. उसका विवरण दिया है। സെക്കരിയാവിന്റെ പുസ്തകത്തിൽ അതിന്റെ വിവരണമുണ്ട്. Now you know what happened. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? हालेलुया। वचन में इसे लिखा है, വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. जकरिया ने क्या उत्तर दिया? സെക്കരിയാവ് എന്താണ് ഉത്തരം പറഞ്ഞത്? आप किसके लिए फास्टिंग कर रहे हैं? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഉപവസിക്കുന്നത്? एक काम करो, ഒരു കാര്യം ചെയ്യുക, 2 का जगह में 4 रखो। നിങ്ങൾ ആ വർഷത്തിൽ 2 എന്നുള്ളത് 4 ആക്കുക. पहले वर्ष में 2 फास्टिंग था, ആദ്യം വർഷത്തിൽ 2 പ്രാവശ്യമായി ഉപവാസം. अभी से क्या करना है? എന്നാൽ ഇന്നു മുതൽ ഇനി എന്ത് ചെയ്യണം? वर्ष में 4 फास्टिंग रखना। വർഷത്തിൽ 4 പ്രാവശ്യം ഉപവാസത്തോടെ ഇരിക്കുക. फास्टिंग कम मत करो, ഉപവാസം കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്, बढ़ाओ। ഉപവാസം जब वायदा വർദ്ധിപ്പിക്കുക. पूरा हो जाएगा, വാഗ്ദത്തം പൂർത്തിയാകുമ്പോൾ आपको दिल्ला होना नहीं है। നമ്മൾ മടുത്തു പോകരുത്, You have കുറഞ്ഞു to പോകരുത്. pray more. നമ്മൾ കൂടുതലായിട്ട് You have to പ്രാർത്ഥിക്കുക, pray more. കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. तो बाबिलोन बंधुआई का समय में बहुत फास्टिंग होते थे। ബാബിലോണിലെ പ്രവാസത്തിൽ അവർ ഒത്തിരി ഉപവാസത്തോടെ ഇരുന്നു. उस समय में दानियल का फास्टिंग आप जानते हैं। ആ സമയത്ത് ദാനിയേലിന്റെ ഉപവാസം നമുക്കറിയാം. दानियल कोई कुछ विषय उनको सॉल्व करना है, ദാനിയേലിന് ചില വിഷയങ്ങൾ പരിഹരിക്കുവാനുണ്ട്. हालेलुया, तभी वो फास्टिंग में बैठते था। അപ്പോഴെല്ലാം ദാനിയേൽ ഉപവാസത്തോടെ ഇരുന്നു. जब आपको भी कुछ विषय को सॉल्व करना है, നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം Take a fasting. കിട്ടുവാൻ വേണ്ടി നമ്മൾ ഉപവാസം എടുക്കുക. ठीक है फास्टिंग। നിങ്ങൾ ഉപവാസത്തോടെ ഇരിക്കുക. ऐसे सॉल्व नहीं होते वैसे विषयों आपको उपवास प्रार्थना का द्वारा
प्रभु सॉल्व करके दे देगा. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത പരിഹാരമില്ലാത്ത വിഷയങ്ങൾ ഉപവാസത്തോടെ നിങ്ങൾ ദിവസത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് മറുപടി തരുവായിടയാകും. दानियल ने जरमिया का पुस्तक से कुछ एक संख्या देखा. ദാനിയേൽ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ചില സംഖ്യ കണ്ടു. एक बिब्लिकल एक मिस्टरी. ഒരു ബൈബിളിലേതായ ഒരു മർമ്മം. उसको जानना चाहिए इसका मतलब क्या है. ദാനിയേലിന് അറിയണമായിരുന്നു എന്തായിരുന്നെന്ന്. उपवास के साथ में प्रार्थना की. ഉപവാസത്തോടെ ദാനിയേൽ പ്രാർത്ഥിച്ചു. क्या हुआ मालूम है? എന്ത് സംഭവിച്ചു? वचन में इसे लिखा है. വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. स्वर्गदूत संदेश लेके उनका प्रार्थना का कोठरी में उतराया. ദാനിയേലിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് സ്വർഗ്ഗദൂതൻ സന്ദേശവുമായിട്ട് മറുപടിയുമായിട്ട് വന്നു. हालेलुया. ഹല്ലേലൂയ. उपवास करने वाला परमेश्वर का बच्चा, ഉപവാസത്തിലിരുന്ന ദൈവത്തിന്റെ മക്കളെ, आपका उपवास में നിങ്ങളുടെ ഉപവാസത്തില് प्रभु उत्तर देने वाला है. ദൈവം തീർച്ചയായിട്ടും ഒരു ഉത്തരം തരും. ആമേൻ. God will give answer. ദൈവം നിങ്ങൾക്ക് ആൻസർ തരും. कैसे उत्तर देगा हम मैं जानता नहीं. എങ്ങനെയാണ് ഉത്തരം ലഭിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. कुछ ना तो कुछ रीति से उत्तर देगा. ഏതെങ്കിലും രീതിയിൽ ദൈവം നിങ്ങൾക്ക് ഉത്തരം कभी തരും. सपनों से बात करे. ചില സമയത്ത് സ്വപ്നത്തിലൂടെ നിങ്ങളോട് जिन्हें मैं സംസാരിക്കും. बहुत अच्छे अच्छे सपनों दे रही. ചില നല്ല നല്ല സ്വപ്നങ്ങൾ തരുന്നു. मैं पिछले दिन उपवास प्रार्थना में बताया था. ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥന പറഞ്ഞു. बहुत अच्छा सपना दिया. വളരെ നല്ല സ്വപ്നം ദൈവം खुला തന്നു. मैदान में अपना बड़ा आराधना हो रहे. തുറന്ന വലിയ മൈതാനത്തിൽ ആരാധന നടക്കുന്നു. और नया साउंड सिस्टम मिला है. പുതിയ സൗണ്ട് സിസ്റ്റം ലഭിച്ചിരിക്കുന്നു. और स्वामी वर्शिप लीड कर रहे. സാമുവേൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. आदित्य ट्रांसलेट कर रहे. ആദിത്യ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. आदित्य आप उधर नहीं, और भी आपका बारे में प्रो का पद्धति है. ആദിത്യയെ പറ്റി ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. कितना खूबसूरत सपना है. എത്ര മനോഹരമായ സ്വപ്നമാണ്. प्रो को धन्यवाद देना ഞാൻ चाहता ദൈവത്തിന് നന്ദി हूं. പറയുന്നു. कभी कभी कलीसिया का परमेश्वर का बच्चों भी मुझे मैसेज डालते, पास्टर जी मैंने एक सपना देखा. നമ്മുടെ ദൈവസഭയിലെ പ്രിയമുള്ളവർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, ഞാൻ സ്വപ്നം കണ്ടു എന്ന്. अच्छे बात है. दीपी के सिस्टर लास्ट डे एक सपना देखा. ദീപിക സിസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം मैं കണ്ടു. प्रो को धन्यवाद देना ഞാൻ चाहता ദൈവത്തിന് നന്ദി हूं. क्यों കരയുന്നു. मालूम है? എന്തുകൊണ്ടാണ്? सिर्फ पास्टर नहीं, ये परमेश्वर का बच्चों भी जो सपना देख रहे हैं कलीसिया का बारे में. ദേവദാസൻ മാത്രമല്ല ദൈവസഭയിലെ പ്രിയമുള്ളവർ ദൈവസഭയെ പറ്റി मैं प्रभु को സ്വപ്നം धन्यवाद കാണുന്നു. देना चाहता അതുകൊണ്ട് ദൈവത്തിന് हूं. നന്ദി उसका कारण क्या है കരയുന്നു. मालूम അതിന്റെ है? കാരണം प्रभु എന്താണ്? का बच्चों कलीसिया को बहुत प्रार्थना करते हैं. ദൈവമക്കൾ ഓരോരുത്തരും ദൈവസഭയെ ഒത്തിരി कलीसिया के लिए, സ്നേഹിക്കുന്നു. कलीसिया को बहुत प्यार करते हैं. इसीलिए ദൈവസഭയെ അവർ ഒത്തിരി സ്നേഹിക്കുന്നത് that's കൊണ്ടാണ് why you are ദൈവസഭയെ seeing കൊടുക്കുന്നത്. dreams about church. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവസഭയെ പറ്റി സ്വപ്നങ്ങൾ കാണുന്നത്. Hallelujah. ഹല്ലേലൂയ. तो एक खूबसूरत एक उपवास प्रार्थना 7 दिन प्रभु ने हमें दिया. ഒരു മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ 7 ദിവസം प्रभु का കർത്താവ് हाथ തന്നു. उनका साथ में था. ദൈവത്തിന്റെ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു. इसलिए क्या हो गया मालूम? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? पिछले काफी समय से रुक गया, काम शुरू हो गया. കഴിഞ്ഞ കുറെ നാളായിട്ട് തടഞ്ഞു വെച്ചിരുന്ന പ്രവൃത്തികൾ പിന്നെ मैं തുടങ്ങാൻ विश्वास തുടങ്ങി. कर रही 7 दिन उपवास प्रार्थना के ഞാൻ बाद വിശ്വസിക്കുന്ന 7 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ कलीसिया का साथ में प्रभु ने हालेलुया करने के लिए दिया. वो कुछ काम अगर रुक गया तो ദൈവസഭയോട് ദൈവം ചെയ്യുവാൻ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ അത് നിന്നു പോയിട്ടുണ്ടെങ്കിൽ वो रिस्टार्ट होने वाला है. അത് റീസ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. काम वापस शुरू होने वाला ആ പ്രവൃത്തികൾ പിന്നെയും തുടങ്ങാൻ പോവുകയാണ്. जहाँ रुक गया എവിടെയാണോ നിന്നു उधर പോയത് से हम गाड़ी वापस स्टार्ट करने वाले. അവിടെ നിന്ന് ആ വണ്ടി പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണം. फास्टिंग ഉപവാസം. क्या किया मालूम है? എന്ത് സംഭവിച്ചു? इसरा का नेतृत्व में आए वो लोगों का गाड़ी एक जगह में आके स्टक हो गया. എസ്രയുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ട് വണ്ടി ഒരു സ്ഥലത്ത് വന്ന് നിന്നു अभी പോയി. आगे बैठने का ताकत नहीं. ഇനി മുന്നോട്ട് പോകാനുള്ള ശക്തി ഇല്ല. ऐसे ऐसे आप समझ लीजिए कोई दलदल का जगह में गाड़ी फंस गई वैसे अवस्था. ഇങ്ങനെ ചിന്തിക്കോ, ഒരു ചെളിയിലേക്ക് ആ My God. വണ്ടി Hallelujah. താന്നു പോയതായിട്ട്. लेकिन इसरा ने कहा എന്നാൽ എസ്ര let പറഞ്ഞു, us pray. നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना നമ്മൾ करेंगे. പ്രാർത്ഥിക്കും. हम उपवास में നമ്മൾ बैठेंगे. ഉപവാസത്തിലിരിക്കും. अहवा नदी का किनारा में അഹാവ നദിയുടെ एक തീരത്ത് उपवास में जब बैठा അവർ ഉപവാസത്തിലിരുന്നപ്പോൾ यहोवा का प्रबल हाथ उनके ऊपर उतर आया. യഹോവയുടെ ശക്തമായ കരം അവരുടെ മേൽ यहोवा വരുവാനിടയായി. का हाथ जब उस एक व्यक्ति के ऊपर उतर आएगा, യഹോവയുടെ കരം ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ हालेलुया, असाधारण सामर्थ्य के साथ में അസാധാരണ ശക്തിയോടെ आगे बढ़ने का ताकत उनको मिलेगा. മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവം അവർക്ക് इस दिन കൊടുക്കും. में प्रार्थना कर ഈ दीजिए ദിവസങ്ങളിൽ നമുക്ക് प्रभु പ്രാർത്ഥിക്കാം. आपके हाथ अपने ऊपर आने के लिए, ദൈവമേ നിന്റെ കരം ഞങ്ങളുടെ മേൽ വരണമേ. प्रभु के हाथ अपने ऊपर आने के लिए. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. एस्रा का पुस्तक में हम देख रहे हैं എസ്രയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു काफी लीडर्स बाहर आया. അനേക നേതാക്കന്മാർ ലീഡേഴ്സ് പുറത്തു परमेश्वर വന്നു. के बच्चों को प्रभु ने उपयोग करना शुरू किया. ദൈവത്തിന്റെ മക്കളെ കർത്താവ് ഉപയോഗിക്കുവാൻ തുടങ്ങി. मैं प्रेरित का किताब में जो बताए वचन में आना चाहता हूं. അപ്പോസ്തല പ്രവൃത്തിയിലെ വചനത്തിലേക്ക് കടന്നു उधर വരാൻ क्या ആഗ്രഹിക്കുന്നു. लिखा है? അവിടെ എന്താണ് प्रभु के എഴുതിയിരിക്കുന്നത്? हाथ जब उन पर था, ദൈവത്തിന്റെ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു. हालेलुया, बहुत से लोग विश्वास में आना शुरू किए. വലിയൊരു കൂട്ടം വിശ്വാസത്തിലേക്ക് കടന്നു प्रभु വരുവാനിടയായി. के हाथ जब आपके ऊपर रहेगा, ദൈവത്തിന്റെ കരം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ बहुत लोग विश्वास में आएगा. വളരെയധികം
ആൾക്കാർ വിശ്വാസത്തിലേക്ക് കടന്നു आपके വരികയാണ്. अंदर नए नए वरदानों प्रभु दे देगा. പുതിയ പുതിയ കൃപാവരങ്ങൾ ദൈവം നിങ്ങൾക്ക് जो തരും. वरदानों दिया है उस वरदानों और प्रज्वलित हो जाए. നിങ്ങൾക്ക് ലഭിച്ച ഓൾറെഡി ലഭിച്ച കൃപാവരം അത് പിന്നെയും ജ്വലിക്കുവാൻ ഇടയാകും. मैंने आज इस जो 7th डे में इस मैसेज को कुछ बातों बोल के कंक्लूड करना चाहता हूं. ഉപാസന 7ാം ദിവസം ചില കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജിനെ കൺക്ലൂഡ് ചെയ്യാൻ ये ആഗ്രഹിക്കുന്നു. मैसेज भी कल रात को मैंने नींद में प्रिपेयर किया मैसेज है. हालेलुया. ഈ മെസ്സേജ് ഞാൻ രാത്രിയിൽ ഉറക്കത്തിൽ പ്രിപ്പയർ ചെയ്തതാണ്. नींद में प्रिपेयर किया मैसेज है. मैं कल रात को लगभग 1-1.5 घंटा नींद का बीच में जाके उठेगा, कुछ एक सेंटेंस बोलेगा, फिर सो जाएगा. ചില ഉറക്കത്തില് ചില സെന്റൻസ് പറയും, എഴുന്നേൽക്കും, പിന്നെ ഉറങ്ങും. आधा नींद में आधा सपना में मैसेज प्रिपेयर किया है. പകുതി ഉറക്കത്തില് പകുതി സ്വപ്നത്തില്. मैसेज है. आज सुबह जैसे कलीसिया का प्रार्थना शुरू किया उस समय से लेकर प्रभु ने उसी बात वापस मुझे बोलना शुरू किया. ഇന്ന് രാവിലെ നമ്മൾ ദൈവസഭയിൽ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് അതേ കാര്യം പിന്നെ എന്നെ ഓർമ്മിപ്പിച്ചു. इब्रानियों का पत्री से पिछले दिन में पढ़ा, आज उस आयत तो हम पढ़ा, दूसरे अध्याय में लिखा है यीशु मसीह के बारे में. എബ്രായർ 2-ാം അധ്യായത്തിൽ നമ്മൾ രാവിലെ വായിച്ചു, അവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി. अनेक पुत्रों के लिए उन्होंने एक नायक बन गया. അനേക പുത്രന്മാർക്ക് വേണ്ടി അവൻ ഒരു നായകനായി. अनेक पुत्रों के लिए. അനേക പുത്രന്മാർക്ക് വേണ്ടി. यीशु कौन बन गया? യേശു ആരായി തീർന്നു? एक कैप्टन बन गया. ഒരു ക്യാപ്റ്റൻ, ഒരു നായകനായി धन्यवाद തീർന്നു. यीशु. हालेलुया. ഹല്ലേലൂയ. अनेक पुत्रों के लिए एक नायक बन गया. അനേക പുത്രന്മാർക്ക് വേണ്ടി ഒരു ലീഡറായി തീർന്നു. उस पुत्रों कौन है? ഈ പുത്രന്മാർ ആരാണ്? हम सभी लोग हैं. നമ്മൾ ഓരോരുത്തരുമാണ്. किसका पुत्रो? ആരുടെ പുത്രന്മാരാണ് നമ്മള്? യേശു. और थोड़ा अच्छा से बोलेगा तो परमेश्वर का पुत्र. ദൈവത്തിന്റെ പുത്രന്മാരാണ് क्योंकि നമ്മൾ. इब्रानियों ने दूसरा अध्याय के आगे का आयत तो में क्या लिखा है? എബ്രായർ 2-ന് മുന്നോട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? हालेलुया. जो धार्मिक ठहराने वाला और ठहरने वाला दोनों के लिए एक ही पिता. हेलो. हमें जो धार्मिक बनाया कौन? നമ്മളെ നീതിമാന്മാരാക്കിയത് ആരാണ്? यीशु. യേശു. हमें धार्मिक बनाया यीशु का पिता और धार्मिक बन के अपना पिता, दोनों. നമ്മളെ हालेलुया. നീതിമാന്മാരാക്കിയ യേശുവിന്റെ പിതാവും നമ്മുടെ പിതാവും हम ഒരാളാണ്. सभी लोग कौन है? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആരാണ്? कौन है? परमेश्वर का पुत्रो. നമ്മളെല്ലാരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. परमेश्वर का पुत्रो. ദൈവത്തിന്റെ പുത്രന്മാര്. आज मैं उस भाग में और कुछ बातों में आपको बोल के देना चाहता हूँ. ഇതിൽ അല്പകാര്യം കൂടെ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. सुबह प्रार्थना शुरू किया, प्रभु ने मुझे उस जो शब्द दिया, ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതേ ശബ്ദം sonship, തന്നു. ना तो लेखापन. പുത്രത്വം. sonship, संतान बनाया हमें. നമ്മളെ പുത്രന്മാരാക്കി. क्या योग्यता था हमें? നമുക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? क्या योग्यता? എന്ത് യോഗ്യതയാണ്? थैंक यू जीसस. हालेलुया. कुछ योग्यता नहीं. നമ്മുടെ ജീവിതത്തിൽ ഒരു യോഗ്യതയുമില്ലായിരുന്നു. रास्ता में कीचड़ में पड़ा हमें उठाकर, വഴിയിൽ ചെളിയിൽ കിടന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചു. ना धो के शुद्ध करके നമ്മളെ കുളിപ്പിച്ച് ശുദ്ധമാക്കി उसका संतान बनाया. ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർക്കുവാനിടയായി. परमेश्वर का वचन में लिखा है हमें गोद लिया है. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. प्रेरित पौलुस ने काफी बार इस शब्द को उपयोग किया. അപ്പോസ്തലനായ പൗലോസ് പല പ്രാവശ്യം ഈ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. हमें गोद लिया. നമ്മളെ ദത്തെടുത്തതാണ്. We are adopted നമ്മളെ അഡോപ്റ്റ് ചെയ്തവരാണ്. into the family of God. ദൈവത്തിന്റെ ആ കുടുംബത്തിലേക്ക് നമ്മളെ ദത്തെടുത്തവരാണ്. हालेलुया. ഹല്ലേലൂയ. ये शब्द अलग अलग जगह में लिखा है, लेकिन मैं एक भाग से आज हालेलुया थोड़ा बात करना चाहता हूं. വചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. प्रतीक रूप में ये जो संक्षिप परमेश्वर अपना पिता है, ये बाइबल का अंदर का बहुत बड़ा सब्जेक्ट है. ദൈവവചനത്തിലെ വലിയൊരു സബ്ജക്റ്റ് ആണ് ദൈവം നമ്മുടെ പിതാവ് എന്നുള്ളത്. ये 1-1.5 घंटे में बोल के खत्म नहीं कर सकते. 1-1.5 മണിക്കൂർ കൊണ്ട് ഒരിക്കലും നമുക്ക് പറഞ്ഞു തരാൻ സാധ്യമല്ല. थियोलॉजिकल डेप्थ है इस सब्जेक्ट में. തിയോളജിക്കൽ വളരെ ഡെപ്ത് ഉള്ള സബ്ജക്റ്റ് इसलिए ആണ്. मैं पूरा संक्षिप्त के बारे में बताने के लिए नहीं जा रहा हूँ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് സൺഷിപ്പിനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ना तो पुत्रत्व उसके बारे में फुल बोलने के लिए नहीं जा रहा हूँ. പുത്രത്വത്തിനെ പറ്റി ഫുള്ളായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് പോസിബിൾ അല്ല. इसके बारे में सबसे बड़ा रेवलेशन मिला व्यक्ति था यूहन्ना. അതിനെപ്പറ്റി വലിയ വെളിപ്പാട് കിട്ടിയ വ്യക്തിയായിരുന്നു യോഹന്നാൻ. पौलुस को भी
रेवलेशन मिला है जरूर संक्षिप्त के बारे में, പൗലോസിന് പുത്രത്വത്തെ പറ്റി വെളിപ്പാട് കിട്ടിയിട്ടുണ്ട് लेकिन തീർച്ചയായും. यूहन्ना का हालेलुया रेवलेशन थोड़ा अलग था. എന്നാൽ യോഹന്നാന് കിട്ടിയ വെളിപ്പാട് വളരെ यूहन्ना का വ്യത്യസ്തമായിരുന്നു. सुसमाचार में आप देख लीजिए, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നോക്കുക. यूहन्ना का सुसमाचार में यीशु खुद कह के दिया परमेश्वर मेरा पिता है. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ പറയുകയാണ്, ദൈവം എന്റെ പിതാവാണ്. कहा है पिता परमेश्वर का गोद में बैठा पुत्र, പിതാവായ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ. पुत्र और पिता का साथ में क्या रिश्ता है, ये हाल यूहन्ना का सुसमाचार से एकदम स्पष्ट रूप में हम देख सकते हैं. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി സ്പഷ്ടമായിട്ട് യോഹന്നാന്റെ സുവിശേഷം कोई കാണുന്നു. किसी को दर्शन मिला हुआ रेवलेशन नहीं है, ഒരു വ്യക്തിക്ക് ദർശനം കിട്ടിയ വെളിപ്പാടല്ല, यीशु ने डायरेक्ट बता के दिया रेवलेशन. യേശു തന്നെ പറഞ്ഞ വെളിപ്പാടാണിത്. हालेलुया. ഹല്ലേലൂയ. परमेश्वर अपना पिता है करके जो रेवलेशन, ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള വെളിപ്പാട് कुछ साल बाद में कोई किसी को प्रार्थना में मिला रेवलेशन नहीं. കുറെ വർഷങ്ങൾക്ക് ശേഷം ആരോ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വെളിപ്പാടല്ല, जीसस यीशु डायरेक्टली सिखाया रेवलेशन. യേശു ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിച്ച വെളിപ്പാടാണ്. उस रेवलेशन को बहुत एम्फसाइज करके लिखा हुआ सुसमाचार है. हालेलुया. यूहन्ना का सुसमाचार, गॉस्पेल ऑफ जॉन. ആ വെളിപ്പാടിന് വളരെ പ്രാധാന്യം കൊടുത്തെഴുതിയിരിക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. हालेलुया. यूहन्ना ने फिर बाद में जैसे पत्रियों में लिखा ना, യോഹന്നാൻ പിന്നീട് ലേഖനങ്ങൾ उस എഴുതിയപ്പോൾ पत्रियों में भी इस बात को बहुत एम्फसाइज दी. ആ ലേഖനങ്ങളിലെല്ലാം ഈ കാര്യത്തിന് വളരെ പ്രാധാന്യം रूप കൊടുത്തിട്ടുണ്ട്. में यूहन्ना का पहले पत्री 3 अध्याय में യോഹന്നാൻ 1-ാം ലേഖനം 3-ാം उन्होंने അധ്യായത്തിൽ कहा, അവിടെ യോഹന്നാൻ പറയുന്നു, हम परमेश्वर का संतान कहलाने के लिए पिता ने कितना बड़ा प्रेम अपने ऊपर रखा है. നമ്മൾ ദൈവമക്കളായി തീരുവാൻ എത്ര വലിയ സ്നേഹം ദൈവം हम നമ്മളിൽ വെച്ചിരിക്കുന്നു. परमेश्वर का संतान है. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. हम परमेश्वर का संतान. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. क्लियरली लिखा है. അവിടെ വ്യക്തമായിട്ട് यूहन्ना का എഴുതിയിരിക്കുന്നു. गॉस्पेल में क्या लिखा मालूम है? യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? पहले अध्याय का 12 में लिखा है. 1:12 എഴുതിയിരിക്കുന്നു. हालेलुया. गॉस्पेल ऑफ जॉन चैप्टर 1 वर्स 12 में क्या लिखा है? परंतु हाँ, जिन्होंने उसे ग्रहण किया हाँ। उसने उन्हें परमेश्वर की संतान होने का अधिकार दिया. जो यीशु को ग्रहण किया उसको परमेश्वर का संतान होने का अथॉरिटी, अधिकार दिया. യേശുവിനെ സ്വീകരിച്ചവർക്ക് തന്റെ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. हालेलुया. हमें हक दिया, നമുക്ക് അധികാരം തന്നിരിക്കുന്നു, അവകാശം തന്നിരിക്കുന്നു. राइट दिया. നമുക്ക് അവകാശം We got the തന്നിരിക്കുന്നു. right to become the child of God. നമ്മള് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അവകാശം. मतलब क्या है मालूम है? അതിന്റെ അർത്ഥം എന്താണ്? देखो ये कोई ऐसा नहीं है मिलेगा ना मिलेगा ऐसे, मतलब कोई कंफ्यूजन नहीं है उसमें. കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള If you കൺഫ്യൂഷനുള്ള accept കാര്യമല്ല. Jesus, നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ हालेलुया, लीगली ये आपका राइट है, आप परमेश्वर का संतान बन गए. ലീഗലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവകാശമാണ് നിങ്ങൾ मैं ദൈവത്തിന്റെ മക്കളാകുക उस എന്നുള്ളത്. भाग में आएगा. ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. यूहन्ना का बहुत बड़ा रेवलेशन है. യോഹന്നാൻ ഒത്തിരി വെളിപ്പാടുകളുണ്ട്. प्रेरित पौलुस को मिला वो रेवलेशन है. അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയ വെളിപ്പാടുണ്ട്. उसमें बहुत बड़ा रेवलेशन है. അതിലും വലിയ റെവലേഷൻ ആണ് अडॉप्शन. ना तो गोद लिया है हमें परमेश्वर का परिवार में, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ദത്തെടുത്തു എന്നുള്ളത്. गोद लिया है. ദത്തെടുത്തിരിക്കുന്നു. ये वचन कहाँ लिखा है ഈ मालूम? വചനം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? एफेसियों എഫേസ്യർ पहले अध्याय का 1-ാം അധ്യായം आयत 4 से 7 तक पढ़ेगा तो एफेशियंस चैप्टर 1 वर्स 4 to 7. എഫേസ്യർ 1:4 മുതൽ 7 വരെ എഴുതിയിരിക്കുന്നു. सुबह में प्रार्थना करके शुरू किया. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ लेखापन का आत्मा का बारे में प्रभु का आत्मा मेरे अंदर दिया. लेखापन पुत्रत्वത്തിന്റെ ആത്മാവിനെ കുറിച്ച് പുത്രത്വത്തിന്റെ ആത്മാവിനെ പറ്റി തന്നപ്പോൾ मैं एफेशियन पहले अध्याय से बात करने वाला था. എഫേസ്യർ ആദ്യത്തെ അധ്യായത്തിൽ ഞാൻ मैं സംസാരിക്കാൻ प्रार्थना करके ആഗ്രഹിച്ചു. आंख खोला तो स्वामी का मोबाइल में वही वचन हाल लिखे रखा है. मैं सोचा स्वामी आर यू गोइंग टू से समथिंग अबाउट दिस? बोला क्या आप उसमें से है? थोड़ा बोला था ना. एफेशियन 1 का मैंने देखा तो स्वामी का मोबाइल में एफेशियन 1 का 4 से 7 तक ऐसे कुछ क्या ना कुछ सेलेक्ट करके रखा है. പ്രാർത്ഥിച്ച് ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ സാമ്പലിന്റെ മൊബൈലിൽ എഫേസ്യർ 1:4 മുതൽ 7 വരെ എഴുതി मुझे വെച്ചിരിക്കുന്നത് एक बात കണ്ടു. पक्का हो गया. അപ്പോൾ എനിക്കൊരു കാര്യം कल ഉറപ്പായി. रात को प्रभु ने मुझे नींद में मुझसे बात करते थे. ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്നോട് സംസാരിച്ചത്. प्रभु अपना
कलीसिया के बच्चों से भी बात कर रहे ദൈവം നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളോട് हैं, हर व्यक्ति से സംസാരിച്ചു. बात कर रहे हैं, നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുന്നു. क्योंकि हम सभी लोग एक ही आत्मा से हालेलुया कंट्रोल्ड है. കാരണം നമ്മളെല്ലാം ഒരേ ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്. हालेलुया. पवित्र आत्मा मेरे पास आके कुछ कहने के बाद में आपके पास आके दूसरा कुछ कहेगा नहीं. പരിശുദ്ധാത്മ എന്റെ അടുക്കൽ വന്ന് ചിലത് If പറഞ്ഞ് a നിങ്ങളോട് church is വേറെ ഒന്ന് controlled by പറയില്ല. Holy Spirit, കാരണം നമ്മുടെ ദൈവസഭ നിയന്ത്രിക്കുന്ന the Holy Spirit is പരിശുദ്ധാത്മാവാണ്. moving inside the church. പരിശുദ്ധാത്മാവ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും This will ദൈവസഭയിൽ. happen. इसलिए मुझे पक्का हो गया ये मैसेज आज इधर बोलना जरूरी. അതുകൊണ്ട് എനിക്ക് ഉറപ്പായി ഈ മെസ്സേജ് ഇന്ന് Ephesians ദൈവസഭയ്ക്കുള്ളതാണ്. पहले अध्याय का 4 से अभी पढ़ लीजिए सिस्टर. जैसा उसने हमें जगत की उत्पत्ति से पहले उसमें ध्यान से सुनना है. जैसे उसने जगत का उत्पत्ति से पहले, इवन बिफोर द क्रिएशन ऑफ द यूनिवर्स, है ना, जगत का उत्पत्ति से पहले उसमें चुन लिया कि हमें उसने क्या किया? चुन लिया. सब लोग कहो ना, चुन लिया. നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ലോകസ്ഥാപനത്തിന് മുൻപേ. अंग्रेजी में क्या लिखा है? ही. हालेलुया. उसका उन्होंने हमें चुन लिया ना, तो ही चूज्ड अस, है ना. हालेलुया. ओके. दूसरा एक शब्द इलेक्शन. क्या है? प्रभु ने हमें इलेक्ट किया. ദൈവം നമ്മളെ Election. തെരഞ്ഞെടുത്തു. तो एफेसियों पहले अध्याय का आयत 4 से मैं कुछ शब्दों में आपको बोल के देना चाहता हूं. सबसे पहले का शब्द कौन सा है? ആദ്യത്തെ इलेक्शन. सब लोग कहिए, कहो. अभी इलेक्शन Election. खत्म हो गया ना. वो इलेक्शन के बारे में मैं नहीं कह रहा हूं, ये दूसरा इलेक्शन है. ലോകത്തിലെ ഇലക്ഷനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മറ്റൊരു ഇലക്ഷനാണ്. और आगे कि हम उसके निकट प्रेम में पवित्र और निर्दोष हो और अपनी इच्छा के भले अभिप्राय के अनुसार हमें अपने लिए पहले से ठहराया कि यीशु मसीह के द्वारा हम उसके लेपालक पुत्र हो. हम उसके लिए लेखपालक पुत्र हो. लेखपालक पुत्र का मतलब क्या है? अडॉप्टेड चाइल्ड. गोद लिया संतान. सेकंड शब्द है, आप सब लोग कहो ना, अडॉप्शन. അഡോപ്ഷൻ. पहले का शब्द कौन सा है? ഇലക്ഷൻ. इलेक्शन. दूसरा शब्द അഡോപ്ഷൻ. अडॉप्शन. और उसका आगे पढ़ लीजिए. कि उसके उस अनुग्रह की महिमा की स्तुति हो जिसे उसने हमें उस प्रिय में सेत में दिया. हमको उसमें उसके लहू के द्वारा छुटकारा अर्थात अपराधों की क्षमा उसके उस अनुग्रह के धन के अनुसार मिला है, जिसे उसने सारे ज्ञान और समझ सहित हम पर बहुतायत से किया. कौन सा आयत तक पढ़ा अभी? 8. नहीं, 7वां आयत, 6वां आयत, 7वां आयत वापस पढ़ लीजिए. कि उसके उस अनुग्रह की महिमा की स्तुति हो जिसे उसने हमें उस प्रिय में सेत में दिया. सेत में दिया, इसका मतलब क्या है? स्वेत में दिया ना, मुफ्त में. സൗജന്യമായി. और उसका आगे हिंदी में ट्रांसलेशन में ना कुछ शब्द क्लियर नहीं, इसके लिए मैं पूछ रहा हूं. हमको उसमें उसके लहू के द्वारा छुटकारा. नो, दैट इज नॉट द राइट वर्ड. अंग्रेजी में क्या लिखा है मालूम है? रिडीम्ड. ऐसे शब्द है क्या अंग्रेजी में? വീണ്ടെടുപ്പ്. हमें क्या किया? रिडम्पशन. तीसरा शब्द है, बोलो ना, रिडम्पशन. റിഡംഷൻ. हिंदी में छुटकारा. हम काफी बार सुना है. छुटकारा सुनेगा तो हमें क्या लगेगा? कुछ आपत्ति से, कुछ बीमारी से हमें छुड़ाया, वो हमें लगेगा, है ना. हालेलुया. छुटकारा. उससे अच्छा शब्द क्या है मालूम है? रिडम्पशन का एक हिंदी शब्द कौन सा है? मोल लिया. सही है ना. उधर वो शब्द आना चाहिए था. मोल लिया. വീണ്ടെടുത്തു. അവൻ എന്നെ വീണ്ടെടുത്തു. मुझे मोल लिया. എന്നെ വീണ്ടെടുത്തു. प्रभु ने मुझे इलेक्ट किया. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. प्रभु ने मुझे गोद लिया. ദൈവം എന്നെ प्रभु ने मुझे मोल लिया. ദൈവം എന്നെ വീണ്ടെടുത്തു. ആമേൻ. ഹല്ലേലൂയ. हालेलुया. जगत का उत्पत्ति से पहले, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. इसलिए आप इधर बैठा है. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. इसलिए प्रदेश ब्रदर आप इधर बैठा है. അതുകൊണ്ട് പ്രതീക്ഷ ഇവിടെ ഇരിക്കുന്നു. इसलिए बाल ब्रदर आप इधर बैठा है. അതുകൊണ്ട് ബാലബ്രദർ ഇവിടെ इसलिए ഇരിക്കുന്നു. इंद्रिया आंटी आप इधर बैठा है. അതുകൊണ്ട് ഇന്ദിരാന്റി ഇവിടെ अब ഇരിക്കുന്നു. सबका नाम मैं बुलाना चाहता हूं. നമ്മുടെ എല്ലാവരും പേര് ഞാൻ വിളിക്കാൻ जगत ആഗ്രഹിക്കുന്നു. का उत्पत्ति से पहले उन्होंने हमें चुन लिया. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരുന്നു. जब कोई भी इलेक्ट करते, चुनते, തെരഞ്ഞെടുക്കുന്നു. किस तरह का लोगों को चुनेगा? തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ളവരാണ് किस തെരഞ്ഞെടുക്കുന്നത്? तरह का लोगों को? എങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കും? हालेलुया. कुछ भी चीज आप सेलेक्ट करेगा ना,
നമ്മൾ ഏതെങ്കിലും കാര്യം സെലക്ട് ചെയ്യുമ്പോൾ हालेलुया कैसे सेलेक्ट करते हैं? നമ്മളത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നല്ലത് बहुत कोशिश करके सबसे अच्छा, हालेलुया, है ना? कोई कमी नहीं है वैसे चीजों को, ना? ഒരു കുറവുമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ यीशु തിരഞ്ഞെടുക്കുന്നത്. ने जब सेलेक्ट किया, എന്നാൽ യേശു സെലക്ട് ചെയ്തപ്പോൾ, हालेलुया, ആമേൻ, ഹല്ലേലൂയ, यीशु ने अपना कुछ भी योग्यता देखा, യേശു നമ്മുടെ ഒരു യോഗ്യതയും നോക്കിയില്ല. स्त्री है पुरुष है देखा नहीं, സ്ത്രീയാണോ പുരുഷനോ എന്ന് നോക്കിയില്ല, गुलाम है स्वामी है देखा नहीं, അടിമയാണോ യജമാനാണോ എന്ന് നോക്കിയില്ല, गरीब है अमीर है देखा नहीं, പാവപ്പെട്ടവനോ പണമുള്ളവനോ എന്ന് നോക്കിയില്ല, पापी है पवित्र देखा नहीं, പാപിയാണോ വിശുദ്ധനാണോ എന്ന് നോക്കിയില്ല. हालेलुया, उसका अनुग्रह का कृपा दृष्टि जब अपने ऊपर गिरा, കർത്താവിന്റെ കൃപയുടെ ദൃഷ്ടി നമ്മുടെ മേൽ വീണപ്പോൾ हम गिर पड़ा था, നമ്മൾ വീണ് जैसे കിടന്നവരായിരുന്നു. उस बच्चा का समान जिसके बारे में यहेजकेल भविष्यद्वक्ता ने कहा, യെഹെസ്കേൽ പ്രവാചകൻ പറയുന്ന ആ കുഞ്ഞിനെ പോലെ, रास्ता में जन्म देने के बाद में छोड़ के गया बच्चा, ജനിച്ച ഉടനെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ പോലെ, हालेलुया, उसको अभी तक धोया नहीं, शुद्ध किया ആ नहीं, കുഞ്ഞിനെ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല, കഴുകിയിട്ടില്ല. एकदम लहू में गिर पड़ा है बच्चा, രക്തത്തിൽ വീണ് കിടക്കുന്ന ആ കുഞ്ഞ് जो बगल से जा रहे था, प्रभु को उन पर तरस हुआ, ആ വഴിയിൽ കൂടി പോയ ദൈവത്തിന് ആ കുഞ്ഞിനോട് अपने ऊपर भी तरस हो गया. അതുപോലെ നമ്മളോടും കരുണ തോന്നി. धन्यवाद यीशु, ഹല്ലേലൂയ. योग्यता से नहीं है, നമ്മുടെ ആടെ യോഗ്യത കൊണ്ടല്ല, एक सेकंड भी आगे जीने का कुछ योग्यता नहीं था, ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് ജീവിക്കാനുള്ള യോഗ്യതയില്ലായിരുന്നു. मरने के लिए छोड़ के गया था, മരിക്കുവാൻ വേണ്ടി जन्म दिया ഉപേക്ഷിച്ചവരായിരുന്നു. माँ ने मरने के लिए छोड़ के गया था, ജനിപ്പിച്ച അമ്മ തന്നെ മരിക്കുവാൻ ഉപേക്ഷിച്ച लेकिन കുഞ്ഞായിരുന്നു. जब हालेलुया, where it is written, Ezekiel chapter 16, right? 16 में लिखा ना, Ezekiel chapter 16, യെഹെസ്കേൽ 16 क्या लिखा है? जब माँ ने जन्म दिया, मरने के लिए रास्ता में छोड़ के गया, അമ്മ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം മരിക്കുവാൻ വേണ്ടി വഴിയിൽ और उस वचन ഉപേക്ഷിച്ചു. में लिखा है, പിന്നെ ആ വചനത്തിൽ उसी എഴുതിയിരിക്കുന്നു, रास्ता से मैं आ रहा था, ആ വഴി കൂടി ഞാൻ കടന്നു വരികയായിരുന്നു. कोने में परमेश्वर. ദൈവം കടന്നു വരികയായിരുന്നു. Anybody got that scripture? 16 का 6, Ezekiel 16 का 6. യെഹെസ്കേൽ 16 जब 6. उसमें पढ़ जब लीजिए, जब मैं तेरे पास से होकर निकला, जब मैं तेरे पास से होकर निकला, എന്താ ഞാൻ നിന്റെ സമീപത്ത് കൂടി കടന്നു പോകുമ്പോൾ और तुझे लहू में लिपटे हुए देखा, लहू में लिपटे हुए देखा നീ मैंने, രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് കണ്ട്, तब मैंने तुझसे कहा, तब मैंने तुझसे कहा, मैं लहू में लौटती हुई जीवित रहे, आओ जीवित लहू। रहे, നിന്നോട് പറഞ്ഞു രക്തത്തിൽ കടക്കുന്നുവെങ്കിൽ जीवित ജീവിക്കുക എന്ന് പറഞ്ഞു. मरने के लिए छोड़ा बच्चा को कह रहे, മരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനോട് പറയുകയാണ്, लीव, ജീവിക്കുക. हालेलुया, मरने के लिए त्यागा व्यक्ति को देख के क्या कह रहे, മരിക്കുവാൻ ഉപേക്ഷിച്ചിട്ട് പോയ വ്യക്തിയെ നോക്കി എന്താണ് Be പറയുന്നത്? alive, ജീവിക്കുക, जीवित हो जाओ. ജീവിക്കുക. ഹല്ലേലൂയ. अपना भी हालात हुई, നമ്മുടെ അവസ്ഥ ഇതായിരുന്നു. प्रभु ने हमें देखा, ദൈവം നമ്മളെ കണ്ടപ്പോൾ, छोटा बच्चा, ചെറിയ കുഞ്ഞ്, कपड़ा कुछ पहना नहीं, വസ്ത്രമൊന്നുമില്ലായിരുന്നു, जन्म हुआ हो गया वैसे अवस्था में ജനിച്ച पड़ा है, അവസ്ഥയിൽ കിടന്ന കുഞ്ഞ്, लहू में पड़ा है, രക്തത്തിൽ കിടന്ന കുഞ്ഞ്. हल्का माना रमशल का माना, ഹല്ലേലൂയ. प्रभु ने देख के कहा जीवित हो जाओ. ദൈവം നോക്കി പറയുകയാണ് ജീവൻ बाद में പ്രാപിക്കാം. क्या लिखा है मालूम है? താഴോട്ട് എന്താണ് इस എഴുതിയിരിക്കുന്നത്? बच्चा को लेके घर में गया, ആ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് പോയി, उस बच्चा को पाला, बड़ा किया. ആ കുഞ്ഞിനെ വളർത്തി इसका വലുതാക്കി. मतलब क्या है? इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? इसका मतलब क्या है? सब लोग का होना गोद लिया, അതിന്റെ അർത്ഥം നമ്മളെ ദത്തെടുത്തു. गोद लिया. ദത്തെടുത്തു. खुद का बच्चा है क्या? സ്വന്തം नहीं, കുഞ്ഞാണോ? किसी का बच्चा रास्ता में पड़ा था, ആരുടെയോ കുഞ്ഞ് വഴി കിടന്നതാണ്. उसको देख के तरस खाकर उठा के लेके गया. ആ കുഞ്ഞിനെ കണ്ട് കരുണ തോന്നി എടുത്തുകൊണ്ട് उस പോവുകയാണ്. तरस के लिए हम दिया हुआ नाम है ग्रेस. ആ കരുണയ്ക്ക് നമ്മൾ കൊടുത്ത പേരാണ് കൃപ उस എന്നുള്ളത്. तरस के लिए हम दिया हुआ नाम है, ആ that's the grace of God. ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മൾ കൊടുത്ത Grace is പേരാണ് ദൈവത്തിന്റെ കൃപ. the unmerited gift of God. ദൈവത്തിന്റെ വലിയ ഒരു ഗിഫ്റ്റ് ആണ് കൃപ എന്നുള്ളത്. Unmerited, योग्यता नहीं है, നമുക്ക് वहाँ യോഗ്യതയില്ലായിരുന്നു. देने वाला യോഗ്യതയില്ലാത്തടുത്ത് प्रभु का हालेलुया गिफ्ट है ग्रेस. ദൈവത്തിന്റെ ഒരു ദാനമാണ് കൃപ എന്നുള്ളത്. हेलो, ഹല്ലേലൂയ. आपने 100 मीटर रेस जीता, നമ്മൾ 100 മീറ്റർ ഓട്ടം ജയിച്ചു. हालेलुया. आपने 100 मीटर क्या बोलते हैं रेस जीता,
100 മീറ്റർ ഓട്ടം നമ്മൾ ജയിച്ചു. आपके पास मेडल मिला. നമുക്ക് അതിന്റെ മെഡൽ ലഭിച്ചു. वो मेडल ग्रेस नहीं है. ആ മെഡൽ ഒരു ഗ്രേസ് അല്ല, കൃപയല്ല. वो मेडल आपका ताकत से आपने पाया है. ആ മെഡൽ നമ്മൾ ഓടി ജയിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചതാണ്. ग्रेस है क्या? അത് കൃപയല്ല ഒരിക്കലും. वो ग्रेस नहीं है. അത് കൃപയല്ല. आपने अच्छा से पढ़ाई किया. നമ്മൾ നന്നായിട്ട് പഠിച്ചു. आप फर्स्ट क्लास में पास हो गए. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. वो ग्रेस नहीं है. അത് കൃപയല്ല. लेकिन पास मार्क से 1-2 मार्क कम था आपका. എന്നാൽ പാസ് മാർക്കിൽ നമുക്ക് 1-2 മാർക്ക് കുറവായിരുന്നു. आपको 2 मार्क ग्रेस मार्क दिया. 2 മാർക്ക് നമുക്ക് ഗ്രേസ് ആയിട്ട് കിട്ടി. उसको कहते हैं ग्रेस. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. जहाँ योग्यता नहीं है. എവിടെയാണ് യോഗ്യതയില്ലായിരുന്നത്, उधर देने वाला परमेश्वर का करुणा से देने वाला तोहफा है ग्रेस. അവിടെ ദൈവം തന്റെ കരുണ നിമിത്തം നമുക്ക് തരുന്ന ഗിഫ്റ്റ് ആണ് കൃപ എന്നുള്ളത്. यत्न करके मेहनत करके पाने वाला तोहफा नहीं है. നമ്മൾ അധ്വാനിച്ച് ലഭിക്കുന്ന സമ്മാനമല്ല. योग्यता नहीं है वहां देने वाला तोहफा. നമുക്ക് യോഗ്യതയില്ലാതിരുന്നിട്ടും നമുക്ക് ലഭിച്ച ഗിഫ്റ്റ് ആണ് കൃപ എന്നുള്ളത്. गोद लिया. നമ്മളെ ദത്തെടുത്തു. पौलुस ने उपयोग किया दूसरा शब्द है പൗലോസ് ഉപയോഗിച്ച മറ്റൊരു ശബ്ദമാണ് गोद लिया. ദത്തെടുത്തു എന്നുള്ളത്. किसको इलेक्ट किया? ആരെയാണ് തെരഞ്ഞെടുത്തത്? परमेश्वर का इलेक्शन. सब लोग कहो परमेश्वर का इलेक्शन. ദൈവത്തിന്റെ ഇലക്ഷൻ. अपना कोई योग्यता देके नहीं. നമ്മുടെ ആരുടെ ഒരു യോഗ്യതയെ നോക്കിയല്ല. परमेश्वर का इलेक्शन. ദൈവത്തിന്റെ ഇലക്ഷൻ मेरा योग्यता देके नहीं. എന്റെ യോഗ്യത നോക്കിയല്ല. हालेलुया. उसका अनुग्रह का द्वारा. കർത്താവിന്റെ കൃപ മൂലമാണ്. जगत का उत्पत्ति से पहले ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ मुझे उन्होंने हालेलुया चुन लिया. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. धन्यवाद यीशु. किस काम के लिए चुन लिया? എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്? संतान बनने के लिए. മക്കളായി തീരുവാൻ വേണ്ടി. उनका दास बनने के लिए नहीं. ദാസനാകുവാനല്ല. उसका संतान बनने के लिए. തന്റെ മക്കളായി തീരുവാൻ വേണ്ടി. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. धन्यवाद यीशु. गोद लिया. ദത്തെടുത്തു നമ്മളെ. मैं आज ज्यादा उस शब्द में ध्यान देना चाहता हूं. गोद लिया शब्द के. ദത്തെടുത്ത് എന്ന വാക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. रिडेम्पशन. वो भी बहुत बड़ा मैसेज है. മറ്റൊരു റിഡംഷൻ. दोनों बहुत बड़ा मैसेज है. ഇലക്ഷൻ റിഡംഷൻ രണ്ട് വലിയ സബ്ജക്റ്റ് ആണ്. कम शब्दों में उस बात को मैं हालेलुया उधर साइड में रखना चाहता हूं. എന്നാൽ കുറച്ച് കാര്യം പറഞ്ഞിട്ട് അത് സൈഡിൽ വെക്കുക. रिडेम्पशन मोल लिया. ദത്തെടുത്തു. उसके लिए വീണ്ടെടുത്തു. उसके लिए सबसे अच्छा उदाहरण है അതിന് ഏറ്റവും നല്ല ഉദാഹരണം रूत का पुस्तक. രൂത്തിന്റെ പുസ്തകമാണ്. रूत का पुस्तक. രൂത്തിന്റെ പുസ്തകം. रूत का पुस्तक में क्या हो गया? രൂത്തിന്റെ പുസ്തകത്തിൽ എന്താണ്? नवोमी और उनकी परिवार को सब कुछ नष्ट हो गया. നവോമിക്ക് തന്റെ കുടുംബത്തിനും എല്ലാം നഷ്ടപ്പെട്ടു. क्या किया? എന്ത് സംഭവിച്ചു? हालेलुया. एक हालेलुया व्यक्ति इनके जो क्या बोलते रिश्तेदार था അവരുടെ ഒരു ബന്ധുവായിരുന്നു ബോവസ് എന്നുള്ളത്. बोवस ने नष्ट हो गया सब कुछ. क्या किया? मोल लेकर नवोमी और उनकी परिवार को वापस दिया. ബോവസ് നവോമിക്ക് നഷ്ടമായതെല്ലാം വീണ്ടെടുത്ത് അവരുടെ കുടുംബത്തിന് കൊടുത്തു. रूत को मोल लिया. രൂത്തിനെ വീണ്ടെടുത്തു ബോവസ്. प्रभु यीशु भी वही काम किया. നമ്മുടെ കർത്താവ് യേശു അതാണ് ചെയ്തത്. यीशु अपना बोवस. യേശു നമ്മുടെ നല്ല ബോവസ് ആണ്. हम उनका दुल्हन रूत है. നമ്മൾ യേശുവിന്റെ മണവാട്ടി ആയ इतना രൂത്താണ്. बोल के मैं रिडेम्पशन को भी उधर साइड में रखना चाहता ഇത്രയും പറഞ്ഞിട്ട് ആ വീണ്ടെടുപ്പ് ഞാൻ സൈഡിൽ हूं. വെക്കുന്നു. वापस उसी शब्द में अपना ध्यान लगाया. പിന്നെ മറ്റേ ഇതേ ശബ്ദത്തിലേക്ക് ശ്രദ്ധ कौन सा है? കൊടുത്തു. ഏതാണത്? गोद लिया. ദത്തെടുത്തു. मैंने कहा ഞാൻ പറഞ്ഞു हालेलुया योग्यता देके नहीं. നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല. नंबर 1 ഒന്നാമത് जब भी आप एक बच्चा को गोद लेगा നമ്മളെപ്പോഴും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ ऐसे गोद लेने का जरूरत है तो അങ്ങനെ ദത്തെടുക്കാനുള്ള ആവശ്യമുണ്ടെങ്കിൽ किस तरह का बच्चा को गोद लेगा? എങ്ങനെയുള്ള കുഞ്ഞിനെയാണ് ദത്തെടുക്കുന്നത്? अच्छा बच्चा अपना मनपसंद का बच्चा सही है ना. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട We may be കുഞ്ഞ്. thinking in different way. Hallelujah. कुछ लोग कहेगा मेरा ही मतलब गोत्र का चाहिए. പലരും പല രീതിയിൽ ചില പറയും ഞങ്ങളുടേതായ No, number of things and we'll keep number of things in our mind. അനേക കാര്യങ്ങൾ നമ്മൾ അത് ശ്രദ്ധ വെക്കും. Hallelujah. ऐसे गोद लेते हैं ना. അങ്ങനെയാണ് നമ്മൾ ദത്തെടുക്കുന്നത്. लेकिन बाइबल में എന്നാൽ ദൈവവചനത്തില് 2-3 घटनाएं ഒന്ന് രണ്ട് जो गोद लिया സംഭവമുണ്ട്. घटना. ദത്തെടുത്ത ഒന്ന് രണ്ട് एक സംഭവമുണ്ട്. मैंने अभी बताया. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞു. योग्यता देके नहीं. യോഗ്യത കണ്ടിട്ടല്ല, तरस खा के കരുണ തോന്നിയിട്ട് अनुग्रह का द्वारा കൃപ മൂലമാണ് गोद लिया. ദത്തെടുത്തത്. उसके लिए दूसरा उदाहरण है അതിനുവേണ്ടി മറ്റൊരു बाइबल में ഉദാഹരണം. 2-3 घटनाएं जो गोद लिया घटना 2-3 घटनाएं बाइबल में. ദത്തെടുത്ത ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് ദൈവവചനത്തിൽ. ध्यान से सुन लीजिए. मोसेस മോശ को कौन गोद लिया था? മോശ ആരാണ് ദത്തെടുത്തത്? मिस्री का फरो का
बेटी। മിസ്രൈമിലെ ഫറവോന്റെ മകള്. वचन में क्या लिखा है? വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? मोसेस का चेहरा देखे മോശയുടെ മുഖം കണ്ടിട്ട് इस फरवो का बेटी को तरस आया। ഫറവോന്റെ പുത്രിക്ക് കരുണ തോന്നി. बाकी कुछ नहीं, ബാക്കിയൊന്നുമല്ല. इब्रानियों का बच्चा है, എബ്രായന്റെ കുഞ്ഞാണ്, मरने के लिए छोड़ा हुआ बच्चा है। മരിക്കാൻ ഉപേക്ഷിച്ച लेकिन കുഞ്ഞാണ്. देख के कहा तुम जीवित हो जाओ। എന്താ നോക്കി പറയുകയാണ്, നീ ജീവിക്കുക. You are not destined to die. നീ Hallelujah. മരിക്കാൻ വേണ്ടിയുള്ളതല്ല, You are destined to live. നീ ജീവിക്കാൻ And you are വേണ്ടിയുള്ളതാണ്. destined to become a leader. നീ ഒരു ലീഡർ ആകാൻ വേണ്ടിയുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. प्रभु ने गोद लिया तो ദൈവം നമ്മളെ मरने ദത്തെടുത്തെങ്കിൽ, के लिए छोड़ा, हमें गोद लिया तो മരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ച് നമ്മളെ मैं आज सुबह आपको ദത്തെടുത്തെങ്കിൽ, कहना चाहता ഇന്ന് हूं, രാവിലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, देश के साथ में गोद लिया है। ഒരു ഉദ്ദേശത്തോടു अपना കൂടിയാണ് एक ദൈവം भविष्य, ദത്തെടുത്തത്. अपना एक भविष्य നമുക്കൊരു ഭാവിയുണ്ട്. एक ऊंचे पद में लाने के लिए गोद लिया है। ഒരു ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ദത്തെടുത്തത്. धन्यवाद यीशु। ഹല്ലേലൂയ. दूसरा एक उदाहरण, മറ്റൊരു ഉദാഹരണം, हालेलुया। दूसरा एक उदाहरण एस्तेर का किताब में, എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട്. एस्तेर को मोर्देकाई ने क्या किया? गोद लिया, क्योंकि एस्तेर का मम्मी पापा मरा था। എസ്തേറിനെ മോർദെഖായി ദത്തെടുത്താണ്, കാരണം എസ്തേറിന്റെ മാതാപിതാക്കൾ മരിച്ചു പോയിരുന്നു. മോർദെഖായി एस्तेर को एक रानी बनाया। എസ്തേറിനെ ഒരു റാണിയാക്കി മാറ്റി. के हालेलुया बोलिए। കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. आपको गोद लिया तो നമ്മളെ ദത്തെടുത്തു, मामूली बनने के लिए गोद लिया नहीं, നമ്മളെ ഒരു സാധാരണ വ്യക്തിയാക്കാൻ വേണ്ടിയല്ല ദത്തെടുത്തത്. आपको कुछ बनाने के लिए गोद നമ്മളെ लिया। ചിലതാക്കുവാൻ വേണ്ടിയാണ് നമ്മളെ आपका बगल में ദത്തെടുത്തിരിക്കുന്നത്. बैठा, पड़ोस में बैठा, आपका ब्रदर को, सिस्टर को कहो, ब्रदर you are chosen by God. Hallelujah. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് You പറയാം, are നിങ്ങളെ ദൈവം adopted by God. ദത്തെടുത്തിരിക്കുന്നു. आपको ദൈവം നിങ്ങളെ चुन लिया है, ദത്തെടുത്തിരിക്കുന്നു. आपको गोद लिया है, ദൈവം നിങ്ങളെ मामूली बनने के लिए ദത്തെടുത്തിരിക്കുന്നു. नहीं। സാധാരണ വ്യക്തിയായി തീരുവാനല്ല ദത്തെടുത്തിരിക്കുന്നത്. यहाँ मरने के लिए छोड़ा था। എവിടെയാണ് മരിക്കാൻ ഉപേക്ഷിച്ചത്? किसी का नजरों में आपके ऊपर कोई तरस नहीं आया था। ആരുടെയും കണ്ണിന് മുൻപ് കരുണ തോന്നാതിരുന്ന നമ്മളെ उधर अगर आपको चुन लिया, അവിടെ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തുവെങ്കിൽ प्रभु कुछ फ्यूचर आपका जीवन में देखा है। നിങ്ങളുടെ ജീവിതത്തിനെ പറ്റി കർത്താവ് വലിയ പദ്ധതി God is having an amazing plan about your life. ദൈവത്തിന് നിങ്ങളെ പറ്റി വലിയൊരു പദ്ധതിയുണ്ട്. Hallelujah. ആമേൻ. Hallelujah. धन्यवाद यीशु। राजा का कुल में രാജാവിന്റെ കുലത്തില് अगर गोद लेने का जरूरत है तो അങ്ങനെ എടുക്കുവാനുള്ള ആവശ്യമുണ്ടെങ്കിൽ ऐसे काफी बार इतिहास में हुआ है। പല പ്രാവശ്യ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. काफी राजमहलों में बच्चों को गोद लिया है। അനേക രാജകൊട്ടാരത്തിൽ കുഞ്ഞുങ്ങളെ ദത്തെടുത്തതായിട്ട്. किस तरह का बच्चों को गोद लेगा मालूम? അങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് From ദത്തെടുക്കുന്നത്? the royal family only. രാജകീയ കുടുംബത്തിൽ നിന്ന് തന്നെ അവർ ദത്തെടുക്കും. क्योंकि कल का राजा है। കാരണം നാളത്തെ രാജാവാകേണ്ട रास्ता വ്യക്തിയാണ്. से कोई बच्चा मिला उठा के लेके जाएगा नहीं। വഴിയിൽ കാണുന്ന ഏതെങ്കിലും കുഞ്ഞിനെ എടുത്തോണ്ട് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകുകയില്ല. लेकिन എന്നാൽ हालेलुया, स्वर्ग का राजा, സ്വർഗത്തിലെ രാജാവ്, राजाओं का राजा, രാജാക്കന്മാരുടെ രാജാവ് उनका बच्चा को गोद लिया। കുഞ്ഞിനെ ദത്തെടുത്തപ്പോൾ हम जैसे कुछ योग्यता नहीं था, हमें चुन लिया। നമ്മളെ പോലെ ഒരു യോഗ്യതയില്ലാത്തവരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. कल का राजा और रानी बनाने के लिए। നാളത്തെ രാജാവ് റാണിയാകുവാൻ വേണ്ടി. हालेलुया, कल उनके साथ में राज करने के लिए। നാളെ കർത്താവിനോടൊപ്പം मैं ഭരിക്കാൻ काफी बार വേണ്ടി बताया है, ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞ हम प्रभु को കാര്യമാണ്. राजाओं का राजा बुलाते तो, നമ്മൾ ദൈവത്തെ രാജാതി രാജാവെന്ന് വിളിക്കുന്നെങ്കിൽ राजाओं का राजा बुलाते तो, രാജാക്കന്മാരുടെ രാജാവ് उसका नीचे राजाओं कौन है? അതിന്റെ താഴെയുള്ള രാജാവ് ആരാണ്? हम है। അത് നമ്മൾ ഓരോരുത്തരുമാണ്. अपने बारे में कहा है, നമ്മളെ പറ്റിയാണ് हम പറയുന്നത്. राजा है तो अपना राजा राजाओं का राजा है। നമ്മൾ രാജാവാണ്, നമ്മുടെ കർത്താവ് कल രാജാതി राजा രാജാവാണ്. बनने के लिए നാളെ രാജാവാകാൻ कोई വേണ്ടി योग्यता नहीं था, आपको मुझको प्रभु ने चुना और गोद लिया। ഒരു യോഗ്യതയില്ലാത്ത നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുത്തു ദത്തെടുക്കുവാനിടയായി. धन्यवाद यीशु। ഹല്ലേലൂയ. तो मैंने कहा योग्यता देखे नहीं। ഞാൻ പറഞ്ഞു നമ്മുടെ അവിടെ യോഗ്യത Second കണ്ടിട്ടില്ല. thing, രണ്ടാമത് कभी गोद लेगा एक घर में, ഒരു വീട്ടിൽ എപ്പോഴാണ് ദത്തെടുക്കുന്നത്? जब ऐसा कोई जरूरी है तभी, सही है ना? അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ, कोई वारिश नहीं है तभी, അവർക്ക് ഒരു അനന്തരാവകാശം ഇല്ലാതിരിക്കുമ്പോൾ, ना तो गोद लेने वाला नहीं है। അല്ലെങ്കിൽ ഒരിക്കലും അവർ ദത്തെടുക്കേണ്ട ആവശ്യമില്ല. Am I right? हालेलुया, कोई वारिश नहीं है तभी क्या करेगा? അവകാശം ഇല്ലാതാകുമ്പോഴാണ് गोद लेगा। ദത്തെടുക്കുന്നത്. लेकिन എന്നാൽ
पिता परमेश्वर का घर में പിതാവായ ദൈവത്തിന്റെ ഭവനത്തില് ऑलरेडी एक वारिश है। ഓൾറെഡി ഒരു അവകാശിയുണ്ട്. वचन में लिखा है उसका इकलौता पुत्र, വചനത്തിൽ തന്റെ ഏകജാതനായ പുത്രൻ, एक बेटा है। ഒരു മകനുണ്ട്. अभी वारिश का कमी है क्या उधर? അവിടെ അനന്തരാവകാശി किसी കുറവുണ്ടോ? को गोद लेने का जरूरत है അവിടെ क्या? ആരെങ്കിലും ദത്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? Are you getting what I am saying? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? पिता परमेश्वर का घर में പിതാവായ ദൈവത്തിന്റെ कुछ ഭവനത്തില് कमी नहीं था। ഒരു കുറവുമില്ലായിരുന്നു. उस परिवार में कुछ कमी नहीं ആ था। കുടുംബത്തിൽ ഒരു It was കുറവുമില്ലായിരുന്നു. not necessary to adopt someone. ദത്തെടുക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. ऑलरेडी पुत्र है उधर, ഓൾറെഡി അവിടെ പുത്രനുണ്ട്. और हमें भी गोद लेके पुत्र बनाने का क्या जरूरत था? പിന്നെ നമ്മളെ ഓരോരുത്തരെയും ദത്തെടുത്ത് പുത്രന്മാരാക്കേണ്ടത് ആവശ്യം എന്തായിരുന്നു? यूहन्ना ने उसको मिला हुआ प्रकाशन लिखा। യോഹന്നാൻ തനിക്ക് ലഭിച്ച വെളിപ്പാട് അവിടെ എഴുതിയിരിക്കുന്നു. यूहन्ना ने क्या बताया? യോഹന്നാൻ എന്താണ് പറയുന്നത്? पहले यूहन्ना 3 अध्याय का पहले आयत। 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. हालेलुया। देखो पिता ने हमसे कैसा प्रेम किया है। देखो पिता ने हमसे कैसे प्रेम किया है कि हम परमेश्वर की संतान कहलाए। हम परमेश्वर की संतान कहलाए। കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. हमें परमेश्वर का संतान बनाने के लिए पिता ने कितना बड़ा प्रेम दिखाया। നമ്മളെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമ്മളോട് കാണിച്ചിരിക്കുന്നു. कितना बड़ा प्रेम, എത്ര വലിയ സ്നേഹം. कितना बड़ा प्रेम। हालेलुया, हालेलुया। यूहन्ना का सुसमाचार 3 अध्याय का 16 में क्या लिखा है? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16 എന്താണ് कितना എഴുതിയിരിക്കുന്നത്? बड़ा प्रेम, ऐसा प्रेम ഇപ്രകാരം സ്നേഹിച്ചു उसका एकलौता पुत्र को हमारे लिए दे दिया। आमेन। തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. बहुत इंपॉर्टेंट स्क्रिप्चर है, വളരെ ഇമ്പോർട്ടന്റ് ആയ हम വാക്യമാണ്. सभी लोग जानने वाला स्क्रिप्चर, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന लेकिन വാക്യമാണ്. इसमें बहुत गहराई है। വളരെ ആഴത്തിലുള്ള അർത്ഥമുള്ളത്. परमेश्वर ने उसका एकलौता पुत्र को दिया ദൈവം തന്റെ ഏകജാതനായ പുത്രനെ തന്നു हमें गोद लेने के लिए, നമ്മളെ ദത്തെടുക്കുവാൻ വേണ്ടി. उसका लहू से हमें मोड़ लेने के लिए। ആ താന്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. आपको जानते हैं നിങ്ങൾക്കറിയാമോ परमेश्वर ने कितना बड़ा कुर्बान किया, कितना बड़ा नुकसान सहन, ദൈവം എത്ര വലിയ യാഗമായി തീർന്നു എന്ന്. अनकम्पेरेबल। അത് ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുകയില്ല. इसका बीच में एक बहुत बड़ा इंपॉर्टेंट बात बोलना चाहता हूं। ഇതിന്റെ ഇടയിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയുന്നു. परमेश्वर किसको दिया? ദൈവം ആരെയാണ് തന്നത്? उसका एकलौता पुत्र को। തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. हालेलुया। ഹല്ലേലൂയ. उसके बदले में दूसरा कोई नहीं, അതിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല. पुत्र का बदले में दूसरा कोई। പുത്രന് പകരമായിട്ട് വേറെ ഒന്നുമില്ല. हालेलुया। अब्राहम को प्रभु ने क्या कहा? അബ്രഹാമിനോട് ദൈവം എന്താണ് പറഞ്ഞത്? अब्राहम अब्राहमे इसहाक को ഇസ്ഹാക്കിന് नाम बताया। പേര് പറഞ്ഞു. इधर से किसी को पकड़ के लेके आना नहीं है। അവിടുന്ന് ഇവിടുന്ന് വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് വരേണ്ട तेरा ആവശ്യമില്ല. वायदा का संतान നിന്റെ വാഗ്ദത്ത സന്തതി इसहाक को ही बलि देना है। ഇസ്ഹാക്കിനെ തന്നെ യാഗം पिता അർപ്പിക്കുക. परमेश्वर ने പിതാവായ ദൈവം उसका एकलौता पुत्र को जब हमें दिया, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നപ്പോൾ परमेश्वर का हालेलुया जो नुकसान कुर्बान अनकम्पेरेबल है। ദൈവത്തിൻ്റെതായ നഷ്ടം ത്യാഗം ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. लास्ट डे एक परमेश्वर का दास का मैसेज मैं सुन रहा था, उन्होंने क्या कहा मालूम है? ലാസ്റ്റ് ഡേ ദേവദാസിന്റെ മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ അത് आज ഇങ്ങനെയാണ് के जमाने പറഞ്ഞത്. में कुछ ऐसे दुरुपदेश सिखाने वाला लोग आते हैं ഇന്നത്തെ കാലത്ത് ദുരുപദേശം പഠിപ്പിക്കുന്നവർ ഇങ്ങനെ വരുന്നു. जिन्होंने हालेलुया यीशु को परमेश्वर मानता नहीं, അവർ യേശുവിനെ ദൈവമായിട്ട് अंगीകരിക്കുന്നില്ല. वो कहते यीशु परमेश्वर नहीं है, അവർ പറഞ്ഞ യേശു ദൈവമല്ല എന്ന്. पिता परमेश्वर ने सृष्टि किया, एक सृष्टि है कह रहे। പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരാളാണ് യേശു എന്ന് പറയുന്നു. हालेलुया एक सृष्टि है सिर्फ यीशु। ഒരു സൃഷ്ടി മാത്രമാണ് യേശു वैसे എന്ന് അവർ പറയുന്നു. सिखाने वाला काफी दुरुपदेशों को हमारे अलग अलग संस्थाओं, അങ്ങനെ പഠിപ്പിക്കുന്ന അനേക ദുരുപദേശക്കാർ വരുന്നു. यहोवा विटनेस से लेकर യഹോവ സാക്ഷി മുതൽ काफी दुरुपदेशों को അനേക ദുരുപദേശ जो സംഘടനകൾ यीशु को एक सृष्टि बुलाते हैं। യേശുവിനെ അവർ ഒരു സൃഷ്ടി എന്ന് He വിളിക്കുന്നു. is not the creator, he is the creation, ऐसे बुलाने യേശു वाला। ഒരു സൃഷ്ടികർത്താവല്ല സൃഷ്ടിയാണ് എന്നവർ പറയുന്നു. हालेलुया एक परमेश्वर के दास ने क्या कहा मालूम? എന്നാൽ ഈ ദേവദാസ് എന്താണ് अगर പറയുന്നത്? यीशु केवल पिता का एक सृष्टि होते तो, യേശു ദൈവത്തിന്റെ ഒരു സൃഷ്ടി उन्होंने മാത്രമാണെങ്കിൽ, पुत्र को बनाया तो, പുത്രനെ ഉണ്ടാക്കിയതാണെങ്കിൽ उसी परमेश्वर അതേ ദൈവം और भी एक पुत्र को बना के പിന്നെ ഒരു പുത്രനെ उसको ഉണ്ടാക്കിയിട്ട് धरती में बेच सकते था। ഭൂമിയിലേക്ക് അയക്കാൻ കഴിയുമായിരുന്നു.
अपने लिए मरने के लिए। നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി. पिता को कोई नुकसान होने वाला नहीं था। പിതാവിന് അങ്ങനെ ഒരു നഷ്ടം पुत्र को ഉണ്ടാകില്ല. बनाया परमेश्वर, कितना पुत्र को भी बना सकते हैं ना। ഒരു പുത്രനെ സൃഷ്ടിച്ച കർത്താവിന് പിന്നെ എത്രയോ പുത്രന്മാരെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. पुत्र को बनाया परमेश्वर, ഒരു പുത്രനെ സൃഷ്ടിച്ച കർത്താവ് पुत्र को बना नहीं सकता। മറ്റു പുത്രനെ സൃഷ്ടിക്കാൻ കഴിയില്ലയോ? वो लोग कह रहे हैं सृष्टि, अगर सृष्टि है तो അവർ പറഞ്ഞു യേശു സൃഷ്ടിയാണ്. दूसरा पुत्र को बनाकर भेज सकते हैं ना। സൃഷ്ടിയാണെങ്കിൽ മറ്റൊരു പുത്രനെ കൂടെ സൃഷ്ടിച്ചുണ്ടാക്കാൻ नहीं होने वाला था। അങ്ങനെയെങ്കിൽ ദൈവത്തിന് നഷ്ടം ഉണ്ടാകില്ലായിരുന്നു. कभी पिता को नुकसान होने वाला है? എപ്പോഴാണ് ദൈവത്തിന് നഷ്ടം ഉണ്ടാകുന്നത്? क्योंकि Jesus is not a creation, he is the creator, he is the God. Hallelujah. दूसरा बना नहीं सकते। യേശു സൃഷ്ടിയല്ല, സൃഷ്ടികർത്താവാണ്, ദൈവമാണ്. മറ്റൊന്നുണ്ടാക്കാൻ सब्स्टिट्यूट नहीं कर सकते। യേശുവിന് പകരമായിട്ട് മറ്റൊന്നില്ല. उसके बदले में कुछ है नहीं। യേശുവിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല. तो इस वचन का गहराई आपको समझ में आया? ഈ വചനത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് എഴുതിയിരിക്കുന്നത്? देखो, पिता ने इतना बड़ा प्रेम, ദൈവം ഇത്ര വലിയ സ്നേഹം. 4-5 बच्चों था, उसमें से एक नहीं, 4-5 മക്കളുള്ളതെന്ന് ഒരാളെ അല്ല, only begotten son, ഏകജാതനായ പുത്രൻ, एकलौता पुत्र, ഏകജാതനായ പുത്രൻ. हालेलुया, आपको मुझको छुड़ाने के लिए, मोल लेने के लिए इस धरती में भेजा। നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കാൻ, വീണ്ടെടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. लेने का कुछ जरूरी नहीं था। നമ്മളെ ദത്തെടുക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. क्या जरूरी था? എന്താണ് ആവശ്യം? हमसे अच्छे लोगों को बना सकते था सृष्टिकर्ता। നമ്മളെക്കാൾ നല്ല വ്യക്തികളെ ഉണ്ടാക്കാൻ इसको കഴിയുമായിരുന്നു. कहते पिता का प्रेम। അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം पिता का എന്നുള്ളത്. प्रेम के लिए हम बुलाया दूसरा शब्द ग्रेस ऑफ गॉड। ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മൾ കൊടുത്ത മറ്റൊരു പേരാണ് ദൈവത്തിന്റെ കൃപ. अनुग्रह का जरिया मुझे बुलाया। കൃപ മൂലമാണ് നമ്മളെ വിളിച്ചതെന്ന് നമുക്ക് പറയാം. परमेश्वर का बच्चा, ये अच्छा से हमें सीखना है। ദൈവമക്കളെ ഇത് നന്നായിട്ട് നമ്മൾ പഠിക്കണം. कितना बड़ा अनुग्रह, ദൈവം എത്ര വലിയ कितना കൃപയാണ്, बड़ा प्रेम अपने ऊपर എത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ തന്നിരിക്കുന്നു. हमें क्या किया? गोद लिया। നമ്മൾ എന്താണ് ചെയ്ത് നമ്മളെ पिता का परिवार में हमें, ദത്തെടുത്തിരിക്കുന്നു. पिता का परिवार में हमें गोद, പിതാവിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. काफी आयतों परमेश्वर का वचन അനേക വാക്യങ്ങളുണ്ട് ध्यान से ദൈവവചനത്തിൽ. सुनना है। ശ്രദ്ധയോടെ കേൾക്കുക. एफेसियों में ही हम, गलातियों में हम देख सकते हैं। ഗലാത്യലേഖനത്തിൽ നമ്മൾ കാണുന്നു, हालेलुया, अध्याय 4 में അധ്യായം 4 हम उस आत्मा को पाया है നമ്മൾ അതേ ആത്മാവിനെ പ്രാപിച്ചു. जो आत्मा हमें मदद कर रहे, अब्बा पिता बुलाने के लिए। അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാവ്. अब्बा बुलाने का आत्मा। അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ്. 8वां अध्याय, റോമർ 8-ാം അധ്യായം 15वां आयत देखिए। 15-ാം വാക്യം നോക്കാം. रोमियो 8 का 15। റോമർ 8:15. क्योंकि तुम तो दासत्व की आत्मा नहीं मिली कि फिर भयभीत हो, परंतु ले पालकपन की आत्मा ले मिली है, पालकपन, द स्पिरिट ऑफ अडॉप्शन। हालेलुया, जिससे हमने अब्बा हे पिता कहकर पुकारते हैं। जिससे हमें अब्बा हे पिता हे पिता कह के पुकारते हैं। कहे के पुकारते। हालेलुया, ध्यान से सुन लीजिए। एफेसियों अध्याय 4, गलातियों अध्याय 4 देख लीजिए। ഗലാത്യർ അധ്യായം 4 उसका जो पहले का है तुम जरा അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ क्या लिखा വായിക്കാം. है उधर? गलेशियंस चैप्टर 4, 6वां आयत पढ़ लीजिए। देखो, पौलुस इधर भी कह रहे तुम पुत्र, इसलिए आपको पुत्रों के आत्मा को जो है अब्बा है पिता कहकर पुकारते पुत्र हैं। का आत्मा को दिया। कौन पुत्र? यीशु मसीह के आत्मा को दिया। आप पुत्र, इसलिए कौन सा आत्मा दिया? നിങ്ങൾ പുത്രന്മാരായതുകൊണ്ട് ഏത് ആത്മാവിനെ തന്നു? यीशु का आत्मा। യേശുവിന്റെ ആത്മാവിനെ. मैं एक बात आपको बता के देना चाहता ഒരു हूं। കാര്യം നിങ്ങളോട് പറയുന്നു. हम कैसे हियाव के साथ में परमेश्वर को अब्बा बुला रहे मालूम है? നമ്മൾ എങ്ങനെയാണ് ധൈര്യത്തോടെ കർത്താവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്? अपने अंदर കാരണം നമ്മുടെ ഉള്ളില് यीशु का आत्मा है, इसी യേശുവിന്റെ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. जिसके अंदर यीशु का आत्मा नहीं है, ആരുടെ ഉള്ളിലാണോ യേശുവിന്റെ ആത്മാവ് ഇല്ലാത്തത്, वो स्वर्गीय पिता का पिता बुला नहीं सकता। അവർക്ക് സ്വർഗീയ പിതാവിനെ പിതാവെന്ന് വിളിക്കാൻ കഴിയുകയില്ല. यीशु ने धरती में आया, യേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. क्या कहता था मालूम है? എന്താണ് പറഞ്ഞത്? अब्बा। पिता को क्या बुलाते था? പിതാവിനെ എന്താണ് വിളിക്കുന്നത്? अब्बा। അബ്ബാ. हालेलुया। स्पेशली പ്രത്യേകമായിട്ട് अब जो गत्समना वाटिका में यीशु का प्रेयर देखेगा तो ഗത്സമന തോട്ടത്തിൽ യേശുവിന്റെ പ്രാർത്ഥന നമ്മൾ कैन यू ശ്രദ്ധിക്കുകയാണെങ്കിൽ इमेजिन दैट सीन? നിങ്ങൾക്ക് ആ സീൻ ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? यीशु थोड़ा दूर जाके, യേശു അല്പം ദൂരെ മാറി നിന്നുകൊണ്ട് हालेलुया,
उसका आवाज में उस दुख भरा हुआ है. തന്റെ ആ ശബ്ദം മുഴുവൻ ദുഃഖം His നിറഞ്ഞിരുന്നു. voice was, I can say hallelujah, getting shattered. Hallelujah. उसका आवाज तो थोड़ा hallelujah shattered हो रही. ദുഃഖം നിറഞ്ഞ ശബ്ദത്തോടെ उन्होंने चिल्ला के बुला रहे. ഉറക്കെ നിലവിളിച്ച് अब्बा, പറയുകയാണ്, അപ്പ. എന്റെ പിതാവേ. ഹല്ലേലൂയ. My God. His voice was shattering. He was crying out, Abba. കഠിന വേദനയോടെ നിലവിളിക്കുകയാണ്, അപ്പ कितना लोगों को പിതാവേ. समझ में आ रहे. എത്ര പേർക്ക് മനസ്സിലാവുന്നു? मैं एक बात बता के दे देगा. ഞാൻ ഒരു കാര്യം പറയുന്നു. ये अब्बा शब्द है ना, പിതാവ് എന്നുള്ള ശബ്ദം बहुत पावरफुल है. വളരെ ശക്തമാണ്. हम अपना पिताजी को शायद डैडी बुलाते होगा, നമ്മൾ നമ്മുടെ പിതാവിനെ ഡാഡി എന്ന് पापा വിളിക്കുമായിരിക്കും, बुलाते होगा. പപ്പ എന്ന് വിളിക്കുമായിരിക്കും. आप नीचे का दुकान में गया, നമ്മൾ താഴത്തെ കടയിലേക്ക് പോയി. आपने बोला मेरा डैडी ने कहा ना, तो मेरा पिताजी ने कहा. നമ്മൾ പറയും എന്റെ ഡാഡി പറഞ്ഞു, എന്റെ പിതാവ് പറഞ്ഞു. लेकिन എന്നാൽ एक यहूदी व्यक्ति യഹൂദനായ ഒരു വ്യക്തി पापा के पास आके പിതാവിന്റെ അടുക്കൽ വന്നിട്ട് उस रिलेशन के साथ में ആ റിലേഷനോട് കൂടെ बहुत प्यार के साथ में बात करेगा. വളരെ സ്നേഹത്തോട് സംസാരിക്കും. पिताजी बुलाएगा नहीं, പിതാജി എന്ന് വിളിക്കില്ല, उन्होंने बुलाएगा अब्बा. വിളിക്കും अब्बा, അബ്ബ എന്ന് വിളിക്കും. तो बुलाने का समय में വിളിക്കുന്ന the സമയത്ത് father will feel the love of his son. തന്റെ മകന്റെ സ്നേഹ ആ പിതാവിന് In അനുഭവിക്കുവാനിടയാവും. that word. ആ വാക്കില് अब्बा जब एक यहूदी व्यक्ति बुलाएगा, അബ്ബ എന്നൊരു യഹൂദൻ വിളിക്കുമ്പോൾ उस शब्द में ആ ശബ്ദത്തില് प्रेम भरा हुआ है, സ്നേഹം നിറഞ്ഞിരിക്കുന്നു. रिलेशनशिप का कॉन्फिडेंस भरा हुआ है. ആ റിലേഷൻഷിപ്പിന് വലിയൊരു കോൺഫിഡൻസ് ആണ് Hallelujah! നിറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. दुकान में जाके आप शायद कहेगा मेरा पिताजी ने कहा सामान देने के लिए, सही है ना. കടയിൽ പോയിട്ട് നമ്മൾ പറയാം എന്റെ പിതാവ് പറഞ്ഞ സാധനം തരാൻ उधर വേണ്ടി. एक्सप्रेशन नहीं है उस जो शब्द में ആ ശബ്ദത്തിൽ വലിയ है. क्या ऑफिशियली आप जाके दुकान में कहा मेरा पिताजी ने कहा थोड़ा सामान दे दो, सही है ना. एग्जाम्पल मैं बोल रहा हूँ, എക്സാമ്പിൾ ഞാൻ പറയാണ്. लेकिन घर में आके आप पिताजी को कैसे बोलेगा? എന്താ വീട്ടിൽ വന്ന് നമ്മൾ പിതാവിനെ എന്താണ് पापा, വിളിക്കുന്നത്? डैडी. പപ്പ ഡാഡി എന്നൊക്കെ उसमें വിളിക്കും. लव का एक एक्सप्रेशन होता അതിൽ ആ സ്നേഹം है. In the നിറഞ്ഞിരിക്കുന്നു. same way, അതുപോലെ തന്നെ हालेलुया, पिता को यीशु ने जब अब्बा बुलाया, പിതാവിനെ യേശു അപ്പ എന്ന് വിളിച്ചു. उसमें പിതാവ് क्या എന്ന് क्या हम വിളിച്ചപ്പോൾ देख सकते हैं मालूम അവിടെ है? നമ്മൾ എന്തെല്ലാം കാണുന്നു? पिता के साथ में रिश्ता, പിതാവുമായിട്ടുള്ള पिता ബന്ധം, के साथ में जो प्यार, പിതാവിനോടുള്ള സ്നേഹം, और पिता के साथ में जो ट्रस्ट, क्या कह പിതാവിനോടുള്ള सकते हैं? ട്രസ്റ്റ്, विश्वास. विश्वासम. क्या देख सकते हैं? मैं कल शायद इस शब्द को, इस आयत को थोड़ा बताया था, कल परसों मैंने बताया था. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാക്ക് ഞാൻ അല്പം പറഞ്ഞു. मैंने कहा, ഞാൻ പറഞ്ഞു यीशु को जानते था യേശുവിനെ അറിയാമായിരുന്നു वो धरती में मरने के लिए आया है. ഭൂമിയിൽ മരിക്കുവാൻ വേണ്ടി വരുന്നു എന്ന്. यीशु को जानते था पिता का विल, इच्छा क्या है. യേശുവിനെ അറിയാൻ തന്റെ പിതാവിന്റെ ഹിതം എന്താണെന്ന്. फिर भी कह रहे പിന്നെയും യേശു പറയുകയാണ്, अब्बा പിതാവേ कर सकते तो കഴിയുമെങ്കിൽ इस कटोरा मुझसे हटा. ഈ പാനപാത്രത്തിൽ നിന്ന് മാറ്റണമേ. क्यों കാരണം क्यों मैं इसे प्रार्थना की? എന്തുകൊണ്ടാണ് യേശു After knowing the will of his Abba, hallelujah, പിതാവിന്റെ ഹിതം अब्बा അറിയാമെങ്കിൽ, का इच्छा जानने के बाद में क्यों मैं इसे प्रार्थना की? പിതാവിന്റെ ഹിതം അറിഞ്ഞിട്ടും യേശു എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? കാരണം उनको इतना विश्वास है उसका अब्बा के ऊपर. കാരണം ഇത്രയും വിശ്വാസം കൂടുതലാണ് തന്റെ And പിതാവിന്റെ it is മേൽ. written there. അവിടെ ഇങ്ങനെ वैसे എഴുതിയിരിക്കുന്നു, लिखा है उधर, അവിടെ ഇങ്ങനെ अब्बा എഴുതിയിരിക്കുന്നു, मैं जानता हूँ പിതാവേ ഞാൻ അറിയുന്നു आप कुछ भी कर सकते. ഇപ്പോഴും നിനക്ക് എന്തും ചെയ്യാൻ लिखा है क्या കഴിയുമെന്ന്. उधर? आप कुछ भी कर सकते. പിതാവിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് अब्बा അറിയാം. मुझे इतना कॉन्फिडेंस है आपके ऊपर. പിതാവേ നിന്റെ മേൽ എനിക്ക് ഇത്രയും വിശ്വാസമുണ്ട്. ये मेरा स्वर्गीय अब्बा, എന്റെ സ്വർഗീയ പിതാവ്, मुझे इतना विश्वास है. എനിക്ക് ഇത്രമാത്രം വിശ്വാസമുണ്ട് നിന്റെ മേല്. हालेलुया. ഹല്ലേലൂയ. इसलिए प्रभु ने आपको मुझको क्या सिखाया? അതുകൊണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരും എന്താണ് When പഠിപ്പിച്ചത്? you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you have to pray in this manner. നിങ്ങൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കണം. कैसे? എങ്ങനെ? हे अब्बा. പിതാവേ. That's a word used there. അവിടെ ഇവയുടെ हे मेरे अब्बा. എന്റെ പിതാവേ. आज भी गाना में हम गाए ना अब्बा. നമ്മൾ പാട്ടിൽ ഇപ്രകാരം പാടി, हालेलुया. हे मेरे अब्बा. എന്റെ പിതാവേ. अपना गाना में हम लिखे अब्बा जरा मुझसे बात करो. നമ്മുടെ പാട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പ എന്നോട് मेरा अब्बा, സംസാരിക്കണം. मुझे प्यार करने वाला अब्बा. എന്നെ സ്നേഹിക്കുന്ന എന്റെ പിതാവ്. हालेलुया. मेरा अब्बा, आप सब कुछ कर सकते हैं. എന്റെ പിതാവേ നിനക്ക് എന്തും ചെയ്യാൻ കഴിയും. परमेश्वर के बच्चों, आज सुबह में आपको कहना चाहता हूं, ദൈവമക്കളെ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, आपका मेरा अब्बा है. നിങ്ങൾക്കും നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ പിതാവുണ്ട്. आपका मेरा अब्बा है. നമ്മുടെ ഓരോരുത്തരെയും പിതാവാണ് അവൻ. हालेलुया.
Yesterday I was talking to someone. Hallelujah. ഇന്നലെ ഞാനോട് സംസാരിച്ചപ്പോൾ She was talking about her marriage. ആ വ്യക്തി തന്റെ വിവാഹത്തെ പറ്റി പറയുകയാണ്. She is waiting for the right person. ശരിയായ ഒരു വ്യക്തിയെ ലഭിക്കാൻ വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്നു. And I said her, ഞാൻ അവളോട് പ്രകാരം പറഞ്ഞു, परमेश्वर आपका पिता है. ദൈവം നിങ്ങളുടെ പിതാവാണ്. बेटी का शादी के बारे में ज्यादा ख्याल कौन करने वाला है? മകളുടെ വിവാഹത്തെ പറ്റി കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ആരാണ്? पिता करने वाला. പിതാവാണ് ചെയ്യുന്നത്. So your heavenly father is having concern about your marriage. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പിതാവിന് നിങ്ങളുടെ വിവാഹത്തെ പറ്റി നല്ല കരുതലുണ്ട്. बच्चा मैं आपको कहना चाहता हूँ, മക്കളെ നിങ്ങളോട് ब्रदर सिस्टर मैं आपको कहना चाहता हूँ, നിങ്ങളോട് പറയാൻ ഞാൻ आपका ആഗ്രഹിക്കുന്നു, स्वर्गीय पिता को आपका हर विषय में बहुत सोचे विचारे ध्यान है. നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളിലും ചിന്തയും കരുതലുമുണ്ട്. इंसानिक माता पिता आपके बारे में चिंता करने से अधिक है. മാനസികമായി നിങ്ങളുടെ പിതാവ്, ലോകത്തിലെ പിതാവ് നിങ്ങളെ പറ്റി स्वर्गीय पिता आपके लिए चिंता करते हैं. സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി അധികമായിട്ട് ये ചിന്തിക്കുക. दूसरा कोई भी कहा नहीं, ഇത് വേറെ ആരും പറഞ്ഞ ये കാര്യമല്ല. पौलुस को मिला रेवलेशन नहीं ഇത് है, പൗലോസിന് കിട്ടിയ ये വെളിപ്പാടല്ല. यूहन्ना को मिला रेवलेशन नहीं ഇത് है. യോഹന്നാന് കിട്ടിയ വെളിപ്പാടല്ല. ये स्वर्गीय पिता का गोद में बैठा पुत्र ने उसका पिता के बारे में हमें प्रकट करके दिया रेवलेशन है. ഇത് പിതാവിന്റെ മടിയിലിരുന്ന തന്റെ ഏകജാതനെ മകൻ നമുക്ക് വേണ്ടി തന്ന വെളിപ്പാടാണ്. पुत्र ने क्या कहा? പുത്രൻ എന്താണ് പറഞ്ഞത്? उन्होंने कहा പുത്രൻ പറയുകയാണ്, तुझे चिंता करना नहीं है, നീ ചിന്തിക്കേണ്ട ഒന്നിനെ. जातियन जैसे तुझे चिंता करना. ജാതികളെ പോലെ നീ ചിന്തിക്കേണ്ട. परमेश्वर बच्चा आपका जीवन ദൈവമക്കളെ നിങ്ങളുടെ ജീവൻ प्रभु के हाथ में सुरक्षित है. ദൈവത്തിന്റെ കരങ്ങളിൽ आपका സുരക്ഷിതമാണ്. भविष्य प्रभु के हाथ में सुरक्षित നിങ്ങളുടെ है. ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ क्या സുരക്ഷിതമാണ്. खाएगा क्या पिएगा तुझे चिंता करना എന്ത് नहीं. കഴിക്കും എന്ത് കുടിക്കും ये എന്ന് सब कुछ ഭാരപ്പെടേണ്ട. अन्य जातियों ढूंढ रहे. ഇതെല്ലാം ജാതികളാണ് അന്വേഷിക്കുന്നത്. Nothing will happen as a coincidence or an accident in your life. അപ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. प्रभु का बहुत बड़ा पद्धति आपके ऊपर है. ദൈവത്തിന്റെ വലിയ പദ്ധതി നിങ്ങളുടെ മേലുണ്ട്. आकाश का कौवाओं को आप देख लीजिए, ആകാശത്തിലെ കാക്കകളെ നിങ്ങൾ अगर प्रभु നോക്കുക. उनको खिलाते तो ദൈവം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. मैदान में जो सोसनोम है उसको प्रभु खूबसूरती से सजाते तो हालेलुया. താമരകളെ അവൻ നന്നായി അണിയിക്കുന്നുവെങ്കിൽ आपको क्यों ना सजाएगा, നിങ്ങളെ എന്തുകൊണ്ട് അവൻ അണിയിക്കില്ല? आपको क्यों ना खिलाएगा. നിങ്ങളെ എന്തുകൊണ്ട് ഭക്ഷണം തരുന്നില്ല? इसलिए चिंता ना करो. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. फिर क्या लिखा है? എന്താണ് എഴുതിയിരിക്കുന്നത്? आपका स्वर्ग का अब्बा जानते हैं. നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവ് അറിയുന്നു. आपका स्वर्ग का अब्बा आपका जरूरियों को जानते हैं. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവ് അറിയുന്നു. लमा शखने रमथुना रमशल कमन ऐसे हम गाने में गाते था ना. നമ്മൾ പാട്ടിൽ ഇങ്ങനെ आपका പാടാറില്ലേ? माता पिता आपको छोड़ के जाएगा, പിതാവ് മാതാവെല്ലാം ഉപേക്ഷിച്ച് പോയാലും हालेलुया, भूल जाएगा. മറന്നു പോയാലും लेकिन स्वर्गीय पिता कभी भी भूलने वाला സ്വർഗ്ഗീയ नहीं. പിതാവ് ഒരിക്കലും നമ്മളെ മറക്കുകയില്ല. बेटा रोटी मांगेगा तो रोटी देने वाला अब्बा. മകൻ അപ്പം ചോദിച്ചാൽ അപ്പം തരുന്ന പിതാവ്. बहुत बातों इसमें बोलने के लिए मेरा प्यारो. ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനുണ്ട്. एक संतान को मिलने वाला काफी हक अधिकारों में ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ഒത്തിരി അധികാരങ്ങളുണ്ട്. वचन में लिखा है, गलातियों का पत्री में लिखा है, വചനത്തിൽ എഴുതിയിരിക്കുന്നു, थ्रू जीसस क्राइस्ट, यीशु मसीह के द्वारा हम अब अब्राहम का संतान बन गया. നമ്മൾ അബ്രഹാമിന്റെ മക്കളായി हमें उस परिवार में गोद लिया. നമ്മൾ അതേ കുടുംബത്തിലേക്ക് ദത്തെടുത്തു. हालेलुया. हालेलुया. उस परिवार में गोद लेकर ആ കുടുംബത്തിലേക്ക് उस परिवार का ദത്തെടുത്തിട്ട് सारे वायदों का वारिश बनाया ആ हमें. കുടുംബത്തിലെ എല്ലാ വാഗ്ദത്തത്തിന്റെ अब्राहम അവകാശികളാക്കി का सारे आशीषों का, അബ്രഹാമിന്റെ എല്ലാ whatever അനുഗ്രഹത്തിന്റെയും promises Abraham got, അബ്രഹാമിന് എന്തെല്ലാം വാഗ്ദത്തം we ലഭിച്ചു are the legal heirs of that promises. ആ വാഗ്ദത്തത്തിന്റെ എല്ലാ കൂട്ടവകാശികളാണ് നമ്മൾ Because ഓരോരുത്തരും. we got adopted into the hallelujah family of God. കാരണം നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദത്തെടുത്തിരിക്കുകയാണ്. परमेश्वर का परिवार में हमें गोद लिए, इसलिए ദൈവത്തിന്റെ കുടുംബത്തിൽ നമ്മളെ उस परिवार का ദത്തെടുത്തുകൊണ്ട് सारे आशीषों का हक अपना बन ആ गया. കുടുംബത്തിന്റെ എല്ലാ അനുഗ്രഹത്തിന്റെ അവകാശം നമുക്കാണ്. इसलिए यूहन्ना का सुसमाचार का पहले अध्याय का 12 में ऐसे लिखा है, അതുകൊണ്ട് യോഹന്നാൻ 5:12 जो എഴുതിയിരിക്കുന്നു, भी हालेलुया यीशु का नाम को अंगीकार करेगा उसको परमेश्वर का संतान बनने का अधिकार मिला. യേശുവിന്റെ നാമം ഏറ്റു പറയുന്നവർക്ക് തന്റെ മക്കളാകാനുള്ള അവകാശം കൊടുത്തു. लीगल टे में अधिकार.
you got the right. നമുക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. आपको इसे जानना है, समझना है. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. अडॉप्शन का डॉक्यूमेंट कभी पूरा होता है मालूम है? അഡോപ്ഷന്റെ ഡോക്യുമെന്റ് എപ്പോഴാണ് പൂർത്തിയാകുന്നത്? अडॉप्शन का डॉक्यूमेंट कभी पूरा होता है मालूम है? അഡോപ്ഷന്റെ ഡോക്യുമെന്റ്സ് എപ്പോഴാണ് उसमें जो പൂർത്തിയാകുന്നത്? कंसेंट लोगों का सिग्नेचर होता है तभी. അതിലെ സിഗ്നേച്ചർ ഇടുമ്പോൾ वैसे ही അതുപോലെ स्वर्गीय परिवार में आपका जो अडॉप्शन का डॉक्यूमेंट कभी पूरा होता है मालूम है? സ്വർഗീയ കുടുംബത്തിൽ നമ്മുടെ അഡോപ്ഷന്റെ Very ഡോക്യുമെന്റ് എപ്പോഴാണ് simple. പൂർത്തിയാകുന്നത്? When you accept Jesus as your personal savior, നമ്മുടെ രക്ഷകനായിട്ട് നമ്മൾ യേശുവിനെ that's a സ്വീകരിക്കുമ്പോൾ signature for that adoption document. അതാണ് Hallelujah. നമ്മുടെ അഡോപ്ഷന്റെ ഡോക്യുമെന്റ് Then സിഗ്നേച്ചർ. you have the legal right. നിങ്ങൾക്ക് ആ ലീഗൽ The റൈറ്റ് legal ലഭിക്കുമ്പോൾ document is over. ആ ലീഗൽ ഡോക്യുമെന്റ് When you കഴിഞ്ഞു. accept Jesus as your personal savior, യേശു കർത്താവിനെ നമ്മുടെ and സ്വന്തം രക്ഷകനായി Bible സ്വീകരിക്കുമ്പോൾ says ബൈബിൾ പറയുന്നു you are born into the family of God. നിങ്ങൾ ആ ദൈവ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു. वचन कहते वचन जब പറയുന്നു आप यीशु को ग्रहण करेगा, നിങ്ങൾ യേശുവിനെ आपका സ്വീകരിക്കുമ്പോൾ दोबारा जन्म होने वाला है. നിങ്ങളുടെ രണ്ടാമത്തെ ജന്മം आपका ഉണ്ടായി. दोबारा जन्म होने वाला നിങ്ങൾ है. വീണ്ടും ജനിച്ചിരിക്കുന്നു. कौन सा परिवार में? ഏത് കുടുംബത്തില്? पिता परमेश्वर का परिवार പിതാവായ में. ദൈവത്തിന്റെ കുടുംബത്തില്. हालेलुया. पिता परमेश्वर का परिवार में आपका जन्म होने वाला है. പിതാവായ ദൈവത്തിന്റെ കുടുംബത്തിൽ നമ്മുടെ ജന്മം നടക്കാൻ പോവുകയാണ്. बहुत लिया संतान है. നമ്മളെ ദത്തെടുത്ത കുഞ്ഞുങ്ങളാണ്. लेकिन എന്നാൽ दोबारा जन्म से क्या किया है? വീണ്ടും उस परिवार का ജനിച്ചതുകൊണ്ട് सदस्य बनाया. ആ കുടുംബത്തിന്റെ अंगങ്ങളായി നമ്മൾ തീർന്നു. हाथ उठाकर हम लोग को धन्यवाद കരങ്ങളിൽ ഒരു ദൈവത്തിനെ दीजिए. സ്തുതിക്കുക. ഹല്ലേലൂയ. कभी होने वाले बात है. എപ്പോഴാണ് ഈ When കാര്യം you accept സംഭവിക്കുന്നത്? Jesus as your personal savior, യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി यीशु സ്വീകരിക്കുമ്പോൾ, को उद्धारकर्ता का रूप में जब आप स्वीकार യേശുവിനെ രക്ഷകനായി നമ്മൾ സ്വീകരിക്കുമ്പോൾ, from that point ആ പോയിന്റ് മുതല് you are a child of God. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. You are a child of God. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. अधिकार मिला. നിങ്ങൾക്ക് അധികാരം ലഭിച്ചു. हालेलुया. धीरे 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 क्या होते हैं मालूम है? പതുക്കെ പതുക്കെ എന്ത് സംഭവിക്കും? कुरिन्थियों का पत्री में लिखा है കൊരിന്തിലെ എഴുതിയിരിക്കുന്നു, अपने बड़ा भाई यीशु, നമ്മുടെ മൂത്ത സഹോദരനായ യേശു उसको गोद लिया नहीं है, അവൻ ദത്തെടുത്തതല്ല യേശു. वो एकलौता पुत्र है ഏകജാതനായ പുത്രനാണ് യേശു. ना. हालेलुया. पहलौटा है वो, आदिजात. ആദിജാതൻ. कुछ जगह में यीशु को पहलौटा भी बुलाया है. ചിലയിടത്ത് ആദിജാതൻ परमेश्वर എന്ന് വിളിക്കുന്നു. का एकलौता संतान. ഏകജാതനായ പുത്രൻ. लेकिन कलीसिया के साथ में जब गिना गया ना, तभी बताया है पहलौटा, आदिजातन. ദൈവസഭയോട് क्यों ചേർന്നപ്പോൾ मालूम है? ആദിജാതൻ എന്ന് हम വിളിക്കുന്നു. उसके बाद में जन्म हो गया लोग हैं. കാരണം നമ്മൾ അതിനുശേഷം ജനിച്ചവരാണ്. लेकिन यीशु यीशु कौन है? യേശു ആരാണ്? हालेलुया. पहलौटा, एकलौता. ഏകജാതൻ, ആദിജാതൻ. अपना भाषा में बायोलॉजिकल चाइल्ड. നമ്മൾ പറഞ്ഞ माता पिता का ബയോളജി उसी खून में जन्म हो गया बच्चा. മാതാപിതാവിന്റെ അതേ രക്തത്തിൽ ജനിച്ച हम कौन है? കുഞ്ഞ്. अडॉप्टेड है. നമ്മൾ ആരാണ്? ദത്തെടുത്തവർ. अडॉप्टेड बच्चा कभी भी ദത്തെടുത്ത കുഞ്ഞുങ്ങൾ ഒരിക്കലും बायोलॉजिकल बच्चा का जैसा दिखेगा क्या? ബയോളജിക്കൽ കുഞ്ഞുങ്ങളെ പോലെ नहीं दिखेगा. ഷേപ്പ് ഉണ്ടാകില്ല, नहीं दिखेगा. അങ്ങനെ തോന്നുകയില്ല. लेकिन कुरिन्थियों का पत्र में एक प्रोसेस लिखा है. എന്നാൽ കൊരിന്തിലെ ഒരു പ്രോസസ്സിനെ क्या പറ്റി लिखा है എഴുതിയിരിക്കുന്നു. मालूम है? क्या लिखा है मालूम है? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? हम अंश अंश में, നമ്മൾ അംശം अंश അംശമായിട്ട്, अंश में, അംശമായിട്ട്, पहलौटा का, इकलौता का, ആദിജാതൻ, उसी ഏകജാതൻ, शक्ल में, അതേ ഷേപ്പിലേക്ക്, उसी प्रतिमा में അതേ हम പ്രതിമയിലേക്ക് बदल जाएगा. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. कुछ समय बाद में കുറെ നാളിന് ശേഷം आपको देखे लोग पूछेगा, നമ്മളെ നോക്കിയിട്ട് क्या ലോകം आप ചോദിക്കും, ही है यीशु? നിങ്ങളാണോ യേശു? आप यीशु का हम शक्ल बनने वाला है. നമ്മൾ യേശുവിനെ പോലെ You are ആയിരിക്കും. going to become the look-alike of Jesus. യേശുവിനെ പോലെ Can നമ്മൾ you ആയിരിക്കും. believe that? That's not possible with an adopted child. ये adopted बच्चा का बारे में सही होने वाला नहीं है. അഡോപ്റ്റഡ് ചൈൽഡിനെ പറ്റി ഇതൊരിക്കലും गोद ശരിയല്ല. लिया बच्चा कभी भी उस घर का ओरिजिनल बायोलॉजिकल बच्चा का जैसे दिखेगा नहीं. ദത്തെടുത്ത കുഞ്ഞ് ആ വീട്ടിലെ ബയോളജിക്കൽ കുഞ്ഞിനാണ് लेकिन ഒരിക്കലും തോന്നുകയില്ല. दूसरा कुरिन्थियों का किताब 3 अध्याय में लिखा है. 2 കൊരിന്ത്യർ 3 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. मेरा याद करेंगे तो आखिरी आयतों 18 से आगे का आयतों में लिखा है. അവസാന വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. क्या लिखा है मालूम है? എന്താണ് അവിടെ എഴുതി? जब अपना जेठा यीशु का चेहरे में से, നമ്മുടെ ജ്യേഷ്ഠ യേശുവിന്റെ ഫേസിൽ നിന്ന്, जो अपना चेहरे से जो पर्दा हट जाएगा, നമ്മുടെ മുഖത്തു നിന്നുള്ള ആ മൂടുപടം മാറുമ്പോൾ, हालेलुया, उस चेहरे से അതേ जलाल अपना चेहरे में गिरेगा. ആ യേശുവിന്റെ മുഖത്തുള്ള തേജസ് നമ്മുടെ മേൽ और വീഴും. उस जलाल अपना चेहरे से प्रतिबिंबित होना शुरू ആ करेगा. തേജസ് നമ്മുടെ ഫേസിൽ കൂടെ My God, क्या होने वाला है मालूम है? हम अंश अंश में
उसी प्रतिमा में बदल जाएगा। നമ്മൾ അംശമായിട്ട് അതേ രൂപത്തിൽ മാറുവാനിടയാകും. ओ जलाल अपना चेहरे में गिरेगा। തേജസ് നമ്മുടെ മുഖത്തേക്ക് You are going to shine like Jesus. നമ്മൾ യേശുവിനെ പോലെ തേജസ് You are going to shine like Jesus. യേശുവിനെ പോലെ നമ്മൾ തിളങ്ങുവാനിടയാകും. इसलिए इब्रानियों 2 अध्याय में लिखा है। അതുകൊണ്ട് രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. इब्रानियों 2 अध्याय में എബ്രായർ രണ്ടാം അധ്യായം अनेक संतानों को അനേക സന്താനങ്ങളെ महिमा की ओर लेके जाने के लिए മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ उन्होंने വേണ്ടി कष्ट उठाया। അവൻ കഷ്ടം അനുഭവിച്ചു. When Jesus got crucified, യേശു यीशु ക്രൂശിക്കപ്പെട്ടപ്പോൾ क्रूसित हो गया। യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ उसका मकसद क्या था मालूम അതിന്റെ है? ലക്ഷ്യം എന്തായിരുന്നു? हालेलुया। हर संतानों को എല്ലാ മക്കളെയും उस क्रूस का द्वारा जन्म लेने वाला हर संतानों को ആ ക്രൂശി കൂടെ ജനിക്കുന്ന എല്ലാ മക്കളെയും उसी महिमा के ओर लेके जाना है। അതേ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി That's what written. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. मैं आपको कहना चाहता हूँ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, यीशु का सबसे बड़ा संपत्ति യേശുവിന്റെ ഏറ്റവും വലിയ സമ്പത്ത് वचन में लिखा है। വചനത്തിൽ എഴുതിയിരിക്കുന്നു. उन्होंने स्वर्ग का सारा संपत्ति छोड़ के धरती में उतरा है, സ്വർഗ്ഗത്തിലെ कंगाल में। എല്ലാം നഷ്ടപ്പെടുത്തി क्या ഭൂമിയിലേക്ക് था കടന്നു. यीशु का सबसे बड़ा संपत्ति मालूम है? യേശുവിന്റെ ഏറ്റവും വലിയ സമ്പത്ത് वचन में എന്തായിരുന്നു? लिखा है। വചനത്തിൽ He എഴുതിയിരിക്കുന്നു. was having the equality with his father. Hallelujah. पिता के साथ में समानता था उसका। പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ उसका महिमा उन्होंने छोड़ा, തന്റെ മഹത്വം വിട്ടിട്ട് धरती में उतराया। ഭൂമിയിലേക്ക് കടന്നു. महिमा, the glory of God. മഹത്വം വിട്ടിട്ട് Can you believe that? നിങ്ങൾ വിശ്വസിക്കുന്നു God is going to share his glory with you and me. ദൈവം തന്റെ മഹത്വം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് ये अपना खोपड़ी में बैठेगा नहीं। നമ്മുടെ ബുദ്ധിയിൽ അതിരിക്കില്ല. उतना गंभीर बात है, അത്രയും വലിയ ये विश्वास കാര്യമാണ്. नहीं कर पाएगा। നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. हालेलुया, ആമേൻ. हालेलुया। ഹല്ലേലൂയ. प्रभु का बच्चों, ദൈവമക്കളെ, ये बोलेगा तो आप बोलेगा पास्टर आप क्या बोल रहे हैं, दुरुपदेश है शायद, उतना मुझको भी बोलने के लिए डर रहे। ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, हालेलुया। शैतान का आशा क्या था मालूम है? പിശാചിന്റെ ആശയം എന്താണ്? परमेश्वर का सिंहासन के साथ में मेरा सिंहासन रखना है। ദൈവത്തിന്റെ സിംഹാസനോടൊപ്പം എന്റെ സിംഹാസനം ഇടണമെന്നാണ്. सही है ना? ऐसे ही सोचा था ना? അങ്ങനെയല്ലേ പിശാച് ചിന്തിച്ചത്? नहीं, ऊपर रखने के लिए सोचा नहीं। नहीं, മുകളിൽ വെക്കാനല്ല ചിന്തിച്ചത്, കൂടെ लिखा ഇടണം. है समागमन पर्वत में परमेश्वर का सिंहासन का साथ में मैं ऊपर चढ़ूंगा। कहा जहां परमेश्वर बैठा समागमन पर्वत में मैं चढ़ूंगा और उनका साथ में मेरा सिंहासन रखेगा। ഞാൻ മുകളിലേക്ക് കയറി ദൈവാദിന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ തന്നെ എന്റെ സിംഹാസനം ഇരിക്കുന്നത്. मौका दिया नहीं, എന്നാൽ അവസരം കൊടുത്തില്ല, डांट के निकाल दिया। താഴേക്ക് തള്ളിയിട്ടു. लेकिन എന്നാൽ यीशु मसीह का दुल्हन कलीसिया को कह रहे എന്നാൽ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയെ സഭയോട് दूल्हा का പറയാണ്, साथ में बिठाएगा। മണവാളിന്റെ അടുത്തിരുത്തും എന്നുള്ളത്. Oh my God, hallelujah. ഹല്ലേലൂയ. Come on church, hallelujah. पिता का दाहिने भाग में पुत्र, പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ, ऐसे ही seated है ना? He seated in the heavenly realm, സ്വർഗീയ in the right തലത്തിൽ side of Father, right? പിതാവിന്റെ വലതുഭാഗത്ത് पिता का ഇരിക്കുന്നു. दाहिने भाग में पुत्र, പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ, पुत्र का दाहिने भाग में। പുത്രന്റെ വലതുഭാഗത്ത്. Psalms 45 says, സങ്കീർത്തനം रानी 45 പറയുന്നു, ओफीर का क्या बोलते हैं, कुंदन का मुकुट पहन के रानी पुत्र का दाहिने भाग में। രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് പുത്രന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. शैतान को इसलिए आपके ऊपर इतना जलन हो रहा है। അതുകൊണ്ടാണ് പിശാച് നമ്മുടെ മേൽ ഇത്രയും അസൂയ. आपको क्या शेयर कर रहे हैं आपके साथ में? നമ്മളോട് ദൈവം എന്താണ് ഷെയർ ചെയ്യുന്നത്? Glory! ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. हालेलुया। पहले यूहन्ना 3 अध्याय में लिखा है, 1 യോഹന്നാൻ 3 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, हमें पिता का संतान बनाने के लिए कितना बड़ा प्रेम परमेश्वर ने दिखाया। നമ്മൾ ദൈവമക്കളാകും എത്ര വലിയ സ്നേഹമാണ് ദൈവം अब നൽകിയിരിക്കുന്നത്. तक ये प्रकट नहीं हुआ, अब तक ये प्रकट नहीं हुआ ഇതുവരെ ഇത് हम പ്രകടമായിട്ടില്ല. कौन बनने वाला है। നമ്മൾ ആരായി തീരുമെന്നുള്ളത് अनलिमिटेड है मेरे प्यारो। हालेलुया। हम सोचने से परे നമ്മൾ ചിന്തിക്കുന്നതിൽ हम जो അപ്പുറമാണ്, देखा उससे परे, നമ്മള് കണ്ടതിന് हम जो അപ്പുറം, सुना उससे परे। നമ്മൾ കേട്ടതിന് അപ്പുറമാണ് A അത്. glorious hallelujah inheritance is kept for you. ഒരു മഹത്വകരമായ അവകാശം നമുക്ക് വേണ്ടി आप വെച്ചിരിക്കുന്നു. सोचने से परे बहुत बड़ा महिमा का एक वारिसपन आपके लिए रखा है। നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് വലിയ അവകാശം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. यूहन्ना ने कहा, യോഹന്നാൻ പറഞ്ഞു, लेकिन एक बात हमें पक्का है, എന്താ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, हम उनका जैसे बनने वाला है। നമ്മൾ അവനെ പോലെ हम ആയിത്തീരും. उनका जैसे बनने നമ്മൾ वाला അവനെ है। പോലെ ആയിത്തീരും.
अपना चेटा का जैसे हम शक्ल बनने वाला है. നമ്മുടെ യേശുവിനെ പോലെ അതേ രൂപത്തിലാവും. Praise God. Hallelujah. ഹല്ലേലൂയ. कैसे होने वाले हैं? എങ്ങനെയായി തീരും? अंश में അംശമായിട്ട് बदलने वाला നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. मसीह जीवन अंश बदलने वाला ക്രിസ്തീയ जीवन है. ജീവിതം ഇതുപോലെ അംശമായിട്ട് 10 साल മാറിക്കൊണ്ടിരിക്കുന്ന पहले का फिन्नी ना बनना चाहिए आज. 10 വർഷം മുന്നേ ഉള്ള വ്യക്തിയായി തീരരുത് 30 साल നമ്മൾ. का फिन्नी नहीं बनना चाहिए आज. 30 साल पहले का फिन्नी नहीं बनना चाहिए आज. 30 വർഷം മുന്നേ ഉള്ള വ്യക്തി अब ആകരുത് 10 साल നമ്മൾ. मसीह जिंदगी बिताएगा. अब 10 साल मसीह जीवन बिताएगा. 10 വർഷം ക്രിസ്തീയ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ आपको क्या करना पड़ेगा? നമ്മൾ എന്ത് ചെയ്യണം? आपको बहुत बदलना पड़ेगा. നമ്മൾ മാറണം വളരെ. अभी फिन्नी आज का फिन्नी ऐसे है. ഇന്നത്തെ നമ്മൾ 10 ഇങ്ങനെയാണ്. साल के बाद में 10 വർഷം ശേഷം फिन्नी कम होना है, यीशु ज्यादा होना है. हेलो, ആമേൻ. हालेलुया. 30 साल बाद में 30 വർഷം ശേഷം फिन्नी बहुत कम होना है, നമ്മൾ വളരെ കുറയണം. ज्यादा यीशु दिखना चाहिए. യേശുവാണ് വളരേണ്ടത്. That's a big challenge. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. परमेश्वर का हर बच्चा ऐसे बनना चाहिए. ദൈവത്തിന്റെ എല്ലാ മക്കളും ഇങ്ങനെ जो ആയിത്തീരണം. यीशु का नहीं है वैसे स्वभावों को हटाकर, यीशु का नहीं है वैसे स्वभावों को हटाकर, യേശുവില്ലാത്ത നമ്മളുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റിയിട്ട് हालेलुया, हमें परफेक्ट बनना है. നമ്മൾ പെർഫെക്റ്റ് ആയി उस തീരണം. सिद्धता को प्राप्त करना है. അതിനെ നമ്മൾ പ്രാപിക്കണം. धन्यवाद यीशु. हालेलुया, हालेलुया, हालेलुया. इस ट्रीटमेंट को मैं कहते मैं बुलाते ഇതിനെ ഞാൻ വിളിക്കുന്നത് ग्लोरी ट्रीटमेंट. ഗ്ലോറി ട്രീറ്റ്മെന്റ്. ग्लोरी से हमें क्या कर रहे हैं? एक चिकित्सा दे रहे हैं. മഹത്വം കൊണ്ട് നമ്മളെ महत्व ചികിത്സിക്കുകയാണ്. കൊണ്ട് നമ്മളെ ചികിത്സിക്കുക. महिमा से. हालेलुया. एक बात आपको जानना जरूरी है. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് इस ആവശ്യമാണ്. ग्लोरी प्रकट होने के ഈ लिए ഗ്ലോറി പ്രകടമാകുന്നതിന് जीवन में दुख उठाना पड़ेगा. ജീവിതത്തിലെ കഷ്ടം ദുഃഖം दुख അനുഭവിക്കേണ്ടത് एक टूल, एक वेपन है, एक ദുഃഖം हथियार എന്നുള്ള है. ഒരു ആയുധമാണ്. उस हथियार क्या करेगा? ആയുധം എന്ത് ചെയ്യും? आपको तैयार करेगा. നമ്മളെ തയ്യാറാക്കും. आपके ऊपर ग्लोरी प्रकट होना जैसे आपको पॉलिश करेगा. നമ്മുടെ മേൽ ആ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി നമ്മളെ പോളിഷ് ആക്കും. यीशु के शक्ल में आपको बदलेगा. യേശുവിന്റെ അതേ രൂപത്തിലേക്ക് നമ്മളെ മാറ്റുവാൻ ഇടയാകും. हालेलुया. ഹല്ലേലൂയ. तो sonship, लेखापन പുത്രത്വം എന്നുള്ളത് बच्चा को बहुत हक अधिकारों में, കുഞ്ഞിന് വളരെ അധികാരമുണ്ട്. लेकिन सिर्फ हक अधिकारों नहीं. എന്നാൽ അധികാരം മാത്രമല്ല, हम अपने राइट्स के बारे में बहुत क्या है अवेयर है ना. നമ്മൾ നമ്മുടെ അവകാശങ്ങളെ പറ്റി എപ്പോഴും ശ്രദ്ധയുള്ളവരാണ്. हम अपने राइट्स को अच्छा से जानते हैं. നമ്മൾ നമ്മുടെ അവകാശങ്ങളെ നന്നായിട്ട് लेकिन അറിയുന്നവരാണ്. सिर्फ राइट्स नहीं है. എന്നാൽ അവകാശം There are മാത്രമല്ല, duties. അവിടെ ഡ്യൂട്ടി बच्चों ഉത്തരവാദിത്തങ്ങളുമുണ്ട്. का ड्यूटी भी होते हैं. കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുമുണ്ട്. कलीसिया, ദൈവസഭയെ अगर हमें संतान बनाया, നമ്മളെ एक പുത്രന്മാരാക്കിയെങ്കിൽ अच्छा बेटा का, हालेलुया, बेटी का, हालेलुया, रिस्पांसिबिलिटी, उत्तरदायित्व को आपको अच्छा से पूरा करना है. നല്ലൊരു പുത്രന്റെ പുത്രിയുടെ ഉത്തരവാദിത്തം നന്നായിട്ട് നമ്മൾ അതിനെ क्या है നിർവഹിക്കണം. उत्तरदायित्व? എന്താണ് അതിന്റെ ഉത്തരവാദിത്തം? पिता का सेवा करो. പിതാവിനെ ശുശ്രൂഷ ചെയ്യുക. मलाकी अध्याय 4 में लिखा है. മലാക്കി 4-ാം ना तो അധ്യായത്തിൽ 3 का എഴുതിയിരിക്കുന്നു. आखिरी आयतों में लिखा है. 3-ന്റെ അവസാന ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നു. एक अच्छा पुत्र का जैसे पिता का सेवा करो. ഒരു നല്ല പുത്രനെ പോലെ പിതാവിനെ एक ശുശ്രൂഷ इंपॉर्टेंट ചെയ്യുക. बात बोल के प्रार्थना करने ഒരു के लिए ഇമ്പോർട്ടന്റ് ആയ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ड्यूटीज आर देयर, राइट्स आर देयर. ഡ്യൂട്ടീസും ഉണ്ട്, അവകാശങ്ങളും हम ഉണ്ട്. राइट्स के बारे में ज्यादा सोचते हैं. നമ്മുടെ അവകാശത്തെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത്. हमें हक है, നമുക്ക് അധികാരമുണ്ട്. ड्यूटीज भूल जाते हैं. वो कभी നമ്മൾ होना नहीं. ഉത്തരവാദിത്തം പലപ്പോഴും एक മറന്നു इंपॉर्टेंट പോകുന്നു. बात और बोलना चाहता हूँ. ഒരു ഇമ്പോർട്ടന്റ് ആയ यीशु ने കാര്യം बताया एक सेंटेंस है, യേശു പറഞ്ഞൊരു वो बोल സെന്റൻസ് के प्रार्थना करने के लिए. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. अगर आप हालेलुया परमेश्वर का संतान है तो നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, आप राजा का संतान है, നിങ്ങൾ രാജാവിന്റെ आप സന്താനമാണ്. राजकुमार है. നിങ്ങൾ अगर രാജകുമാരനാണ്. आप राजकुमार है तो നിങ്ങൾ രാജകുമാരന്മാരാണെങ്കിൽ आप पापा का घर का सारे आशीषों का वारिश है. പിതാവിന്റെ എല്ലാ അനുഗ്രഹത്തിന്റെ അവകാശങ്ങളാണ്. पापा का मेज से आप खाएगा. പിതാവിന്റെ മേശ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ आपको കഴിയും. जानते हैं राजमहल में നിങ്ങൾക്ക് അറിയാമോ राजा का രാജകൊട്ടാരത്തില് मेज में कौन कौन बैठते हैं? രാജാവിന്റെ ആ മേശയിൽ ആരിലായിരുന്നു कौन कौन ഭക്ഷണം बैठते കഴിക്കും? हैं? राजा का मेज में कौन कौन बैठते हैं? രാജാവിന്റെ ആ മേശയിൽ अरे ആരിലായിരുന്നു राजा ഭക്ഷണം का കഴിക്കും? मेज में साथ में बैठने के लिए मौका मिलेगा तो वो बहुत बड़ा प्रिविलेज था. രാജാവിനോടൊപ്പം ഒരു ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടിയ വലിയ बाइबल में ऐसे लिखा है. വചനത്തിൽ അങ്ങനെ कुछ എഴുതിയിരിക്കുന്നു. लोगों को राजा इनवाइट किया साथ में खाने के लिए. ചിലരെ രാജാവ് ഇൻവൈറ്റ് ചെയ്യുന്നു वो കൂടെ कितना ഭക്ഷണം खुश हो കഴിക്കാൻ. गया मालूम है? അവർ വളരെ एक बार സന്തോഷമുള്ളവരായിരുന്നു. राजा के साथ में बैठ के खाना खाना बहुत बड़ा आनंद का बात. ഒരു രാജാവിനോടൊപ്പം ഇരുന്ന് You know, there is ഭക്ഷണം some വളരെ people ആനന്ദമുള്ളതാണ്. who, hallelujah, dine always, every day from the table of the king. Hallelujah. എല്ലായ്പ്പോഴും രാജാവിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അവകാശം കിട്ടിയവരുണ്ട്. ऐसे कुछ लोग हैं. അങ്ങനെ ചിലരുണ്ട്. कौन है मालूम है? അവരാരാണ്? उसका राजकुमार हो, തന്റെ പുത്രന്മാർ, രാജകുമാരന്മാർ. उसका राजकुमार हो.
രാജാവിന്റെ രാജകുമാരൻ. मैं बाइबल से प्रूव करेगा, ये बाइबल से प्रूव करेगा. ബൈബിളിൽ നിന്ന് ഞാൻ പറയാം. शाऊल राजा का टेबल में आप देखो, ശൗൽ രാജാവിന്റെ മേശ നമുക്ക് एक दिन നോക്കാം. डेविड मिसिंग था. ഒരു ദിവസം राजा पूछा कहाँ गया दाऊद है? ദാവീദ് पुत्र नहीं दामाद था. ദാവീദ് എവിടെ? पुत्र नहीं दामाद था. പുത്രനല്ല, മരുമകനായി. എന്നാലും മേശയിൽ സ്ഥലമുണ്ട്. യോനാഥാൻ को पूछा कहाँ है दाऊद? യോനാഥാനോട് ചോദിക്കുകയാണ്, ദാവീദ് मेरे എവിടെ? साथ क्यों खाना खाने के लिए आए नहीं? എന്തുകൊണ്ട് എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നില്ല? भाइयों बहनों में कहना चाहता हूं, പ്രിയമുള്ളവരെ it's പറയാൻ the ആഗ്രഹിക്കുന്നു, privilege of the prince. Hallelujah. ഇത് രാജകുമാരന്മാർക്കുള്ള एक പദവിയാണ്. अधिकार है पापा का में से खाना खाना. പിതാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അധികാരമുണ്ട് स्वर्गीय കുഞ്ഞുങ്ങൾക്ക്. परमेश्वर का संतान है तो നമ്മൾ സ്വർഗീയ പിതാവിന്റെ മക്കളാണെങ്കിൽ, राजा राजाओं का राजा का संतान है तो രാജാതി രാജാവിന്റെ മക്കളാണ് നമ്മളെങ്കിൽ, मेस में से खाने के लिए बुलाया लोग. നമ്മളെ മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ यीशु വിളിച്ചവരാണ്. ने बताया एक सेंटेंस യേശു പറഞ്ഞൊരു സെന്റൻസ് मत्ती 15वां अध्याय में, മത്തായി 15-ാം അധ്യായം. उस सुर्ख होने के वासनी औरत ने आके कहा, അസുഫേനിക്കയിലെ സ്ത്രീ വന്ന് मेरे പറഞ്ഞു, बच्चे को चंगाई दे दो. എന്റെ കുഞ്ഞിന് यीशु സൗഖ്യമാക്കണം. ने क्या कहा? യേശു എന്താണ് പറഞ്ഞത്? हालेलुया. बच्चों का रोटी, കുഞ്ഞുങ്ങളുടെ അപ്പം, बच्चों का रोटी കുഞ്ഞുങ്ങളുടെ അപ്പം कुत्तों को देगा नहीं. നായ്ക്കൾക്ക് सब लोग सुन കൊടുക്കുകയില്ല. लीजिए, बच्चों का रोटी, കുഞ്ഞുങ്ങളുടെ അപ്പം എടുത്ത്, बच्चों का चिल्ड्रंस ब्रेड. കുഞ്ഞുങ്ങളുടെ അപ്പം. माय गॉड, चिल्ड्रंस ब्रेड. सुना ना आपने? कौन है बच्चा? കുഞ്ഞുങ്ങൾ ആരാണ്? कौन है बच्चा? कोई शंका नहीं है ना? നമ്മൾ ഓരോരുത്തരും, हम हर व्यक्ति बच्चा है. നമ്മൾ ഓരോരുത്തരും वो കുഞ്ഞുങ്ങളാണ്. सेंटेंस आपके लिए मुझके लिए प्रभु ने कहा, നമുക്ക് വേണ്ടിയാണ് ദൈവം അത് बच्चों का പറഞ്ഞിരിക്കുന്നത്. रोटी കുഞ്ഞുങ്ങളുടെ അപ്പം मैं कुत्तों के आगे फेंकेगा അത് नहीं. നായ്ക്കളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയില്ല. मैं आपको ऐसा कहना चाहता ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ हूं. I want ആഗ്രഹിക്കുന്നു. to interpret it in a different way. ഈ രീതിയിൽ ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर के वचन में कुत्तों कौन है मालूम है? ദൈവജനത്തിൽ നായ്ക്കൾ ആരാണ്? जो विश्वास नहीं करने वाला, ना വിശ്വസിക്കാത്തവര്, तो വിശ്വാस से पीछे हट गया लोग. വിശ്വാസത്തിന് പിറകിൽ तो പോയവര്. बच्चों कौन है? കുഞ്ഞുങ്ങൾ ആരാണ്? में से हमेशा खाने वाला हम. മേശയിൽ നിന്ന് എപ്പോഴും ഭക്ഷിക്കും നമ്മള്. ആമേൻ. हालेलुया, हालेलुया. हालेलुया. अब बच्चा है, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. पापा का टेबल में जो भी है ना, പിതാവിന്റെ ടേബിളിൽ എന്തെല്ലാം ഉണ്ടോ आपका हक है, നിങ്ങളുടെ അവകാശമാണ്, आपका रोटी है. നിങ്ങളുടെ അപ്പമാണ്. आज सुबह भी प्रभु का आत्मा आपको कह रहे, ഇന്ന് രാവിലെ ദൈവം നിങ്ങളോട് പറയുകയാണ്, मेरा मेस में से खाओ. എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുക. Come on church, I want to say something. ये चिल्ड्रंस ब्रेड क्या है? बच्चों का रोटी क्या है? കുഞ്ഞുങ്ങളുടെ അപ്പം എന്ന് പറയുന്നത് इसके എന്താണ്? बारे में थोड़ा स्टडी करने के लिए कोशिश किया. मैं उसके बारे में थोड़ा स्टडी करने के लिए അതിനെപ്പറ്റി അല്പം പഠിക്കുക. बच्चों का रोटी क्या है? चिल्ड्रंस ब्रेड. കുഞ്ഞുങ്ങളുടെ कुछ അപ്പം परमेश्वर के दासों कहा, ചില ദേവദാസന്മാർ that's the പറയുന്നു word of God. ദൈവത്തിന്റെ വചനമാണ്. कुछ परमेश्वर के दासों कहा, ചില ദേവദാസന്മാർ that's the പറയുന്നു grace of God. ദൈവത്തിന്റെ കൃപയാണ്, That's the favor of God. ദൈവത്തിന്റെ കൃപയാണത്. हालेलुया. बच्चों का रोटी है. കുഞ്ഞുങ്ങളുടെ അപ്പം. हालेलुया. स्वर्गीय पिता ने बच्चों के लिए रखा हुआ रोटी. സ്വർഗീയ പിതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന റൊട്ടി. रोटी मांगेगा तो അപ്പം ചോദിച്ചാൽ पत्थर नहीं देगा. കല്ല് കൊണ്ട് തരികയില്ല. मांगा रोटी, ചോദിച്ചത് അപ്പമാണ്. मांगा क्या है? എന്താണ് ചോദിച്ചത്? ग्रेस. കൃപ. तो वापस क्या नहीं देगा? തിരിച്ചെന്ത് തരികയില്ല? ग्रेसलेस अनुभव नहीं देगा. കൃപയില്ലാത്ത അനുഭവം നമുക്ക് തരികയില്ല. रोटी मांगा तो അപ്പം ചോദിച്ചാൽ पत्थर नहीं देगा. കല്ല് തരികയില്ല. The softness of bread, ആ रोटी का जो मुलायम नरम अवस्था, മൃദുലമായ पत्थर റൊട്ടി. कठिन है. Father is not graceless. पिता, हालेलुया, ग्रेसलेस ना तो क्या बोलते पत्थर जैसे कठिन नहीं है पिता. हालेलुया. കല്ല് പോലെ കഠിനം ഉള്ളതല്ല പിതാവ്. क्या मांगा? എന്താണ് ചോദിച്ചത്? अब क्या मांगा? നിങ്ങൾ എന്താണ് ചോദിച്ചത്? कृपा. കൃപയാണ് ചോദിച്ചത്. सुरफोइनी का वासनी औरत ने क्या मांगा? സുഫേനിക സ്ത്രീ എന്താണ് ചോദിച്ചത്? बोलो, मुंह खोल के बोलो, सही बोल रहे आप? हैं? नहीं, चंगाई. She was asking for healing. അവൾ സൗഖ്യമാണ് प्रभु ने ചോദിച്ചത്. मुझे दिया एक प्रकाशन में आपको बोलने के लिए जा रहा हूँ. ദൈവം എനിക്കത് She വെളിപ്പെടുത്തി. was not asking grace in that way. She was asking healing. My child want to get healed. मेरा बच्चा को चंगाई चाहिए. ആ സ്ത്രീ കൃപയല്ല क्या ചോദിച്ചത്, मांगा? സൗഖ്യമാണ് सब लोग कहना ചോദിച്ചത്. चंगाई. സൗഖ്യം. यीशु ने क्या कहा? യേശു എന്താണ് പറഞ്ഞത്? वो बच्चों का रोटी है. എന്റെ കുഞ്ഞുങ്ങളുടെ അപ്പമാണിത്. ब्रदर सिस्टर, പ്രിയമുള്ളവരെ, आपका चंगाई നിങ്ങളുടെ സൗഖ്യം पापा का टेबल से आपका रोटी है. विश्वास करो. പിതാവിന്റെ ടേബിളിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള അപ്പമാണത്. हालेलुया. ഹല്ലേലൂയ.
आपका चंगाई നിങ്ങളുടെ സൗഖ്യം पापा का टेबल से आपका रोटी है. പിതാവിന്റെ ടേബിളിൽ നിന്നുള്ള അപ്പമാണത്. Hallelujah. There is a misunderstanding. ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, There is a misunderstanding. ചില लोग क्या कहते हैं മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. मालूम है? जो अविश्वासी लोगों को जल्दी चंगाई मिलती है. कौन बोला? അവിശ്വാസികൾക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടുന്നു. नहीं ऐसे बाइबल में कहां भी देखा नहीं. ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. बाइबल में क्या लिखा है मालूम है? ബൈബിളിൽ എന്താണ് ये എഴുതിയിരിക്കുന്നത്? बच्चों का रोटी है. ഇത് കുഞ്ഞുങ്ങളുടെ This അപ്പമാണ്. is children's bread. ഇത് കുഞ്ഞുങ്ങളുടെ If അപ്പമാണ്. you are a believer, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ healing is your birthright. നിങ്ങളുടെ അവകാശമാണ് Amala സൗഖ്യം lam shall come on. എന്നുള്ളത്. Come on, church, I said something. ഹല്ലേലൂയ കർത്താവേ. I said something. ആമേൻ ആമേൻ. If you are a believer, നിങ്ങളൊരു अगर വിശ്വാസിയാണെങ്കിൽ, आप एक विश्वासी है तो നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ आपका क्या बोलते birthright? आपका जन्म अधिकार है चंगाई. നിങ്ങളുടെ ജന്മ അവകാശമാണ് पापा സൗഖ്യം का मेष എന്നുള്ളത്. में से जो रोटी आपका जन्म अधिकार है. പിതാവിന്റെ മേശയിൽ നിന്നുള്ള അപ്പം നിങ്ങളുടെ ജന്മ അവകാശമാണ്. Then why you are not getting healed? എന്തുകൊണ്ടാണ് നിങ്ങൾ സൗഖ്യമാകാത്തത്? आप तो चंगाई नहीं पा रहे क्योंकि सौख्य आपका है रे. चंगाई मेरे लिए नहीं है, സൗഖ്യം എനിക്ക് चंगाई വേണ്ടിയുള്ളതല്ല. नया विश्वासियों के लिए. സൗഖ്യം പുതിയ വിശ്വാസികൾക്ക് But Bible says വചനം പറയുന്നു चंगाई किसके लिए? सौख्य आर्क जो के लिए विश्वास करने वाले लोगों के लिए. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് If you സൗഖ്യം. believe, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ receive your healing right now. നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ ऐसा സ്വീകരിക്കപ്പോൾ कोई भी തന്നെ बीमारी नहीं है. ഇങ്ങനെ ഒരു രോഗവുമില്ല. परमेश्वर का बच्चा ദൈവമക്കളെ, वो आपको चंगाई नहीं दे सकते. ദൈവത്തിന് സൗഖ്യം തരാൻ പറ്റാത്ത ഒരു രോഗവുമില്ല. Believe and receive your healing. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. प्रभु ने मुझे प्रकाशन दी, एक बात मैं बोलना चाहता हूँ. ദൈവം എനിക്ക് വെളിപ്പാട് എന്നൊരു കാര്യം ഇവിടെ പറയുന്നു. Children's bread क्या है? കുഞ്ഞുങ്ങളുടെ അപ്പം എന്താണ്? Grace. കൃപയാണ്. Grace. കൃപ. I want to connect that word with hallelujah. पौलुस का अनुभव. പൗലോസ് അനുഭവമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് എന്താണ് പറയുന്നത്? मेरा अनुग्रह तेरे लिए काफी है. കർത്താവ്, എന്റെ കൃപ നിനക്ക് മതി. मेरा अनुग्रह तेरे लिए എന്റെ काफी കൃപ है. നിനക്ക് प्रभु ने മതി. पिछले दिन मुझे कहा रा बेटा, ദൈവം मेरा എന്നോട് अनुग्रह പറഞ്ഞു, में तेरा चंगाई भी है. എന്റെ അനുഗ്രഹ Do you കൃപയിൽ believe എനിക്ക് that? സൗഖ്യമുണ്ട്. मेरा अनुग्रह में तेरा എന്റെ കൃപയിൽ സൗഖ്യമുണ്ട്. दुख को सहने का शक्ति सिर्फ नहीं है, സഹിക്കാനുള്ള ശക്തി बीमारी മാത്രമല്ല, को सहने का शक्ति सिर्फ नहीं है. രോഗത്തെ സഹിക്കാനുള്ള ശക്തി मेरा മാത്രമല്ല, अनुग्रह എന്റെ में കൃപയില് तेरा चंगाई भी है. സൗഖ്യവുമുണ്ട്. When I say my grace is sufficient for you, എന്റെ കൃപ നിനക്ക് മതി. you have to take it in that way also. നമ്മൾ ഈ രീതിയിൽ There is healing സൗഖ്യമുണ്ട്. in the grace of God. കർത്താവിന്റെ കൃപയിൽ The grace of സൗഖ്യമുണ്ട്. God is powerful to heal my life. കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തെ സൗഖ്യമാക്കാൻ It's ശക്തിയുള്ളതാണ്. my God's bread. Hallelujah. ഇതെന്റെ It's my God's bread. ഇതെന്റെ Hallelujah. പിതാവിന്റെ അപ്പമാണ്. For me, मेरे लिए मेरे पापा ने रखा हुआ रोटी है वो. ഇതെനിക്ക് വേണ്ടി എന്റെ പിതാവ് വെച്ചിട്ടുള്ള അപ്പമാണ്. मेरा रोटी है. എനിക്ക് വേണ്ടിയുള്ള मेरे അപ്പമാണ്. पापा का मेस में से എന്റെ പിതാവിന്റെ अगर മേശയിൽ एक നിന്ന് टुकड़ा में खाएगा तो ഒരു കഷ്ണം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ today morning I'm going to get healed. ഇന്ന് രാവിലെ ഞാൻ സൗഖ്യമായി मेरे പോകുകയാണ്. पापा का मेस है. എന്റെ പിതാവിന്റെ മേശയിൽ अगर നിന്ന് मैंने एक टुकड़ा खाएगा तो ഞാൻ ഒരു കഷ്ണം അപ്പം കഴിച്ചു उस കഴിഞ്ഞാൽ अंधकार का शक्ति का बंधन टूट जाएगा. അന്ധകാര ശക്തിയുടെ ബന്ധനം सब കഴിഞ്ഞു खड़ा हो പോവുകയാണ്. जाइए. എല്ലാവർക്കും എഴുന്നേറ്റ് अगर നിൽക്കാം. पापा का मेस है പിതാവിന്റെ മേശയിൽ एक നിന്ന് टुकड़ा खाएगा तो ഒരു കഷ്ണം അപ്പം കഴിച്ചു मेरे കഴിഞ്ഞാൽ शरीर में नुकसान पहुंचाने वाला सारे बीमारी भाग जाएगा. എന്റെ ശരീരത്തില് ബുദ്ധിമുട്ട് വരുന്ന എല്ലാ രോഗങ്ങളും मेरा മാറിപ്പോവുകയാണ്. पापा का रोटी എന്റെ പിതാവിന്റെ അപ്പം मुझे चंगाई देने के लिए सामर्थ्यशाली है. സൗഖ്യം തരുവാൻ ശക്തിയുള്ളതാണ്. Oh my God, बलथालमा शकमना. मेरा पापा का रोटी, എന്റെ പിതാവിന്റെ അപ്പം it may be the grace of God, കർത്താവിന്റെ കൃപ ना तो वचन. അല്ലെങ്കിൽ वचനം. Can somebody say നമുക്ക് പറയാം, परमेश्वर का वचन ദൈവത്തിന്റെ വചനം मेरा चंगाई के लिए प्राप्त है. എന്റെ സൗഖ്യത്തിന് इस ശക്തമാണ്. रोटी से दोना टुकड़ा खाएगा तो ഈ അപ്പത്തിൽ നിന്ന് അല്പം ഞാൻ കഴിച്ചു बाइबल കഴിഞ്ഞാൽ says വചനം പറയുന്നു, वचन कहते वचन हैं പറയുന്നു, उन्होंने उसका वचन पेश कर मुझे चंगाई देगा. അവൻ തന്റെ വചനം അയച്ച് എന്നെ वो സൗഖ്യമാക്കും. मेरे पापा ने दिया हुआ रोटी है. എന്റെ പിതാവ് എനിക്ക് തന്ന റൊട്ടിയാണിത്. ഹല്ലേലൂയ. दलखना मना रमशल खमना रेगदले. ഹല്ലേലൂയ. एक बात परमेश्वर के बच्चों को मैं कहना चाहता ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയുന്നു, हूँ. इस बाइबल में पूरा ഈ വചനം മുഴുവന് हीलिंग के बारे में लिखा है. സൗഖ്യത്തെ പറ്റി എഴുതിയിരിക്കുന്നു. Hundreds of incidents. നൂറുകണക്കിന് സംഭവങ്ങള്, Hundreds of incidents क्या लिखा है? നൂറുകണക്കിന് സംഭവങ്ങൾ क्या എഴുതിയിട്ടുണ്ട്. लिखा है?
चंगाई दिया, സൗഖ്യത്തെ പറ്റി चंगाई दिया, चंगाई दिया। സൗഖ്യം കൊടുത്തു, मैंने സൗഖ്യമായി देखा नहीं। ഞാൻ കണ്ടിട്ടില്ല. यीशु ने 3.5 साल सेवकाई की। യേശു 3.5 വർഷം ഭൂമിയിൽ ശുശ്രൂഷിച്ചു. 400 समाचारों में लिखा है 4 സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. एक बार भी ഒരു പ്രാവശ്യം यीशु പോലും के पास कोई लंगड़ा चंगाई होने के लिए आया, യേശുവിന്റെ അടുക്ക് ഒരു മൂഢത यीशु ने कहा नहीं, യേശു പറഞ്ഞിട്ടില്ല तेरा चंगाई मेरा पद्धति नहीं है। बोला क्या? നിന്റെ സൗഖ്യം എന്റെ പദ്ധതി लिखा है क्या? അല്ലെന്ന് तो मुझे പറഞ്ഞിട്ടില്ല. दिखाओ ना, मैंने देखा नहीं अभी तक। ഞാൻ കണ്ടിട്ടില്ല. एक बार भी यीशु ने कहा नहीं, ഒരു പ്രാവശ്യം दिस പോലും इज യേശു नॉट പറഞ്ഞിട്ടില്ല. माय प्लान। ഇതെന്റെ പദ്ധതി लेकिन यीशु ने क्या किया? उन सब के ऊपर അവരെല്ലാം तरस खा के കരുണ उन्हें തോന്നിയിട്ട് चंगाई दिया। സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. ऑलवेज എപ്പോഴും बाइबल में hundreds of times ബൈബിളിൽ 100 പ്രാവശ്യം चंगाई दिया। സൗഖ്യം കൊടുത്തായിട്ട് എഴുതി. लेकिन अपने एक प्रॉब्लम क्या है मालूम है? നമ്മുടെ പ്രശ്നം എന്താണ്? हम उसी एक वचन को पकड़ाए നമ്മൾ അതിലൊരു जो വചനം पौलुस ने बताया, पौलुस उनका को- अनुभव। പൗലോസിന്റെ അനുഭവം. क्या अनुभव है? എന്താണ് അനുഭവം? मैं 3 बार प्रार्थना करके भी मुझे कुछ मिला नहीं, फिर प्रभु ने मुझे कहा मेरा अनुग्रह तेरे लिए काफी है। എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പറഞ്ഞത്. अरे भाई, പ്രിയമുള്ളവരെ, 99 बार चंगाई के बारे में लिखा, 99 പ്രാവശ്യം एक बार कृपा के बारे में ഒരു लिखा। പ്രാവശ്യം കൃപയെ പറ്റി പറയുന്നു. आप क्या करते हैं मालूम है? നമ്മൾ എന്ത് ചെയ്യുന്നു? 99 छोड़ के उस एक का पीछे पकड़ाए। നമ്മൾ 99 വിട്ടിട്ട് क्यों അവന്റെ मालूम പുറകെ है? പോകും. क्यों എന്തുകൊണ്ടാണ്? मालूम है? എന്തുകൊണ്ടാണ്? क्योंकि आपका कलीसिया में चंगाई नहीं हो रही, इसलिए നമ്മുടെ സഭയിൽ സൗഖ്യം നടക്കാത്തതുകൊണ്ടാണ് you are taking that scripture as an excuse. ആ ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ ആ വാക്യം എടുത്ത് പറയുന്നു. Hello? ആമേൻ. ഹല്ലേലൂയ. Reason healing is not happening in our churches. ഓരോ ചർച്ചകളിൽ ഹീലിംഗ് हम നടക്കുന്നില്ല. प्रार्थना അതുകൊണ്ട് करते कोई चंगाई होता नहीं है, പ്രാർത്ഥിക്കും സൗഖ്യം പ്രാപിക്കുന്നില്ല ആരും. इसलिए हम क्या करते मालूम അതുകൊണ്ട് നമ്മൾ है? എന്ത് ചെയ്യും? इसलिए हम बहाना बनाते हैं। അതുകൊണ്ട് നമ്മൾ अरे ഒരു ഒഴിവഴി पौलुस को പറയും. देखो, उनको चंगाई नहीं मिला। പൗലോസിനോട് നോക്കാം, भाई, സൗഖ്യം ऐसा ലഭിച്ചില്ല. नहीं है। അങ്ങനെയല്ല പ്രിയമുള്ളവരെ. Sometime in a rare case, ചില റെയർ Paul was an exception. പോൾ ഒരു In a എക്സാമ്പിൾ. rare case, ചില റെയർ प्रभु ने कुछ കേസിൽ लोगों को कहेगा ദൈവം ചിലരോട് बेटा പറയും चंगाई नहीं है, സൗഖ്യമില്ല वो എന്ന്. रेयर केस है। അത് റെയർ കേസാണ്. आप एक्सेप्शन है तो ठीक है, आप एक्सेप्शन है तो ठीक है, मतलब रेयर केस है तो ठीक है। നമ്മൾ റെയർ കേസ് ആണെങ്കിൽ 1000 में ഓക്കേ. एक होगा, 1000 10,000 में एक होगा। 10,000 प्रभु ने आपको अगर ऐसे कहा तो ठीक है, ദൈവം നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ लेकिन ഓക്കേ. जब तक प्रभु ने ऐसे आपको बात नहीं किया, എന്നാൽ ദൈവം നമ്മളോട് ഇങ്ങനെ आपको പറയാൻ कहना है നമ്മൾ പറയണം चंगाई बच्चों का रोटी है। സൗഖ്യം അതാണ് ദൈവം. उनने खोड़ा खाने से मैं चंगा हो गया है। അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. चिल्ला के कहो ना, ഉറക്കെ വിളിച്ച് यीशु പറയും. ने खोड़ा खाने से, യേശുവിന്റെ അടിപ്പിണരാൽ, यीशु ने खोड़े खाने से, യേശുവിന്റെ यीशु ने അടിപ്പിണരാൽ खोड़े खाने से യേശുവിന്റെ मैं അടിപ്പിണരാൽ चंगा हो गया ഞാൻ है। സൗഖ്യമായി बच्चों का തീർന്നിരിക്കുന്നു. रोटी, കുഞ്ഞുങ്ങളുടെ അപ്പം, बच्चों का रोटी കുഞ്ഞുങ്ങളുടെ അപ്പം परमेश्वर का वचन है तो ദൈവത്തിന്റെ उस वचन വചനമാണെങ്കിൽ मुझे चंगाई देगा। ആ വചനം എന്നെ സൗഖ്യമാക്കും. बच्चों का रोटी കുഞ്ഞുങ്ങളുടെ അപ്പം परमेश्वर का अनुग्रह है तो ദൈവത്തിന്റെ കൃപയാണെങ്കിൽ उस अनुग्रह में मेरा चंगाई ആ है। കൃപയിൽ എന്റെ There സൗഖ്യമുണ്ട്. is healing in the grace of God. കർത്താവിന്റെ കൃപയിൽ So the സൗഖ്യമുണ്ട്. grace of God is sufficient for my healing. കർത്താവിന്റെ കൃപ എനിക്ക് മതി സൗഖ്യത്തിന്. कुछ लोग चिल्ला sufficient के ആണ്. कहो ना, നമുക്ക് ഉറക്കെ വിളിച്ച് मेरा പറയാം. पापा मेरे लिए है, എന്റെ പിതാവ് എനിക്ക് വേണ്ടി, मेरा पापा मेरे लिए എന്റെ है। പിതാവ് എനിക്ക് വേണ്ടി. पापा का अनुग्रह काफी है। പിതാവിന്റെ കൃപ ധാരാളമാണ്. पापा का अनुग्रह। പിതാവിന്റെ കൃപ. नौजवानों, ചെറുപ്പക്കാരെ, आपका शादी के लिए आपका पापा बहुत चिंता करते हैं। നിങ്ങളുടെ വിവാഹത്തെ പറ്റി നിങ്ങളുടെ പിതാവ് വളരെ कि ചിന്തിക്കുന്നു. इंसानिक पापा नहीं, ലോകത്തിലുള്ള your പിതാവല്ല, heavenly father. നിങ്ങളുടെ സ്വർഗീയ So പിതാവ്. your marriage plan is there in the grace of God. കർത്താവിന്റെ കൃപയിൽ നിങ്ങളുടെ Believe me. മാരേജ് പ്ലാനും ഉണ്ട്. आपका വിശ്വസിക്കുക. मैरिज का पद्धति आपका किसमें है? നിങ്ങളുടെ വിവാഹത്തിന്റെ പദ്ധതി ഏതിലുണ്ട്? मैंने कल एक परमेश्वर का दास का रिकॉर्डिंग कर रहा था, उनका गवाही ഇന്നലെ ഒരു ദേവദാസന്റെ साधारण गवाही है। സാക്ഷ്യം റെക്കോർഡ് ചെയ്യാൻ उन्होंने कहा, അദ്ദേഹം പറഞ്ഞു उन्होंने 6 बार शादी करने के लिए केरला गया, 6 പ്രാവശ്യം വിവാഹം കഴിക്കാൻ വേണ്ടി കേരളത്തിൽ പോയി. 13 लड़कियों को जाके देखा, 13 പെൺകുട്ടികളെ പോയി കണ്ടു. एक शादी भी फिक्स हुआ नहीं। ഒരു വിവാഹം उम्र പോലും बहुत बढ़ ഉറപ്പിച്ചില്ല. गया था, उम्र बहुत। പ്രായം കൂടുവാനിടയായി. कारण क्या है मालूम है? കാരണം ये എന്താണ്? नॉर्थ इंडिया में सेवा करने, खुद का घर नहीं है, खुद का काम नहीं है, इनकम नहीं है, फिर कौन लड़की देगा? നോർത്ത് ഇന്ത്യ സൂക്ഷിക്കുന്നു, സ്വന്തമായി ഭവനമില്ല, ഇൻകം ഇല്ല, പിന്നെ ആരാണ് പെണ്ണ് एक കൊടുക്കുന്നത്? दिन पंजाब में एक कन्वेंशन में ഒരു ദിവസം പഞ്ചാബിലെ एक കൺവെൻഷനിൽ गेस्ट पास्टर आया था। ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നു. गेस्ट पास्टर के लिए ट्रांसलेट कर रहे थे। ഗസ്റ്റ് പാസ്റ്റർ വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. वो वचन आधा हो गया, वचन का बीच में गेस्ट पास्टर रुक गया। വചനം പകുതി പറഞ്ഞപ്പോൾ ഗസ്റ്റ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ വ്യക്തിയോട് क्या ചോദിച്ചു, शादी हो गया क्या? വിവാഹം കഴിഞ്ഞുവോ? बोला नहीं हुआ। കഴിഞ്ഞില്ല എന്ന് शादी करना പറഞ്ഞു. चाहते हैं? വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ठीक है, मीटिंग के बाद में मैं कुछ करके दे देगा। മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ ചിലത് ചെയ്തു अरे തരാം. ऐसे भी होते हैं ना,
मीटिंग के बाद में पास्टर ने किसी को फोन किया മീറ്റിംഗിന് ശേഷം പാസ്റ്റർ और ചെലവേക്ക് बोला ഫോൺ ചെയ്തു. आपका बेटी को मैंने एक लड़का को ला रहा हूं जिसके पास एक पैसा भी नहीं है, हालेलुया, लेकिन शादी करके दे दो. നിങ്ങളുടെ പെൺകുട്ടിയെ ഞാനൊരു ഒരു വ്യക്തിയായിട്ട് വരുന്നു, അവനുമായിട്ട് വാങ്ങ കഴിച്ചു ऐसे കൊടുക്കും. भी शादी होते हैं. ഇങ്ങനെ വിവാഹം നടക്കും. My God, आपका पापा का केयर आपके ऊपर है. നമ്മുടെ പിതാവിന്റെ കെയർ നമ്മുടെ മേലുണ്ട്. You are your dad's daughter, hallelujah. നമ്മുടെ പിതാവിന്റെ മക്കളാണ്. You are your dad's child. നമ്മൾ നമ്മുടെ പിതാവിന്റെ उसका മക്കളാണ്. मेज में जो रोटी है ना, അവന്റെ മേശയിലുള്ള അപ്പം वो आपके लिए. അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. चिंता ना करो. അതുകൊണ്ടൊന്നും ഭാരപ്പെടേണ്ട. पापा का मेज में से चंगाई है. പിതാവിന്റെ മേശയിൽ സൗഖ്യമുണ്ട്. पापा का मेज में से आपका प्रबंध का हर काम है. പിതാവിന്റെ മേശയിൽ നിങ്ങൾക്ക് വേണ്ടി पापा का मेज में से आपका नौकरी है. നമുക്കുള്ള ജോലിയുണ്ട് പിതാവിന്റെ पापा का മേശയിൽ. मेज में से आपका एडमिशन है. നമുക്കുള്ള അഡ്മിഷൻ ഉണ്ട് चिल्ला के പിതാവിന്റെ. कहो ना, ഉറക്കെ വിളിച്ച് मेरा पापा का मेज में से എന്റെ പിതാവിന്റെ एक മേശയിൽ टुकड़ा मिलेगा तो ഒരു ചെറിയ കഷ്ണം मेरा ലഭിച്ചാൽ नौकरी फिक्स हो जाएगा. എന്റെ ജോലി ഫിക്സ് ആവും. हालेलुया. आपके लिए सब कुछ पापा का നമുക്ക് വേണ്ടി എല്ലാം നമ്മുടെ പിതാവിന്റെ കയ്യിലുണ്ട്. है क्या? ഉണ്ടോ? सब कुछ है. എല്ലാം ഉണ്ട്. उसका अनुग्रह में കർത്താവിന്റെ കൃപയിൽ everything is there. എല്ലാം ഉണ്ട്. उसका अनुग्रह में കർത്താവിന്റെ കൃപയിൽ everything is there. എല്ലാം ഉണ്ട് നമുക്ക് वचन में വേണ്ടി. लिखा है വചനത്തിൽ എഴുതിയിരിക്കുന്നു. जीवन के लिए जो चाहिए वो भी है, ജീവന് വേണ്ടിയുള്ളതുണ്ട്, भक्ति के लिए जो चाहिए वो भी ഭക്തിക്ക് है. വേണ്ടിയുള്ളതുണ്ട്. हेलो, ऐसे लिखा. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. जीवन के लिए चाहिए वो भी है, ജീവന് ഭക്തി भक्ति के लिए चाहिए वो भी है. ജീവന് ഭക്തിക്ക് വേണ്ടതെല്ലാം ഉണ്ട് അവിടെ. ആമേൻ. ഹല്ലേലൂയ. कोई भी मत बोलो पापा मुझे चाहिए नहीं. നമുക്ക് ആരും പറയരുത് कुछ लोग ऐसे होते हैं, എനിക്ക് വേണ്ട. पापा का मेष में बहुत है, ചില ഇങ്ങനെയാണ് लेकिन പിതാവിന്റെ लोग മേശ എല്ലാം कहेगा, नहीं ഉണ്ട്. नहीं मैं सुअर को दो जो दे रहे वही खाएगा. എന്നിട്ട് അവർ പറയും ഞാൻ പന്നിക്ക് കൊടുക്കുന്നേ ऐसे കഴിക്കുള്ളൂ. ऐसे कंगाल बन के अब काफी विश्वासियों को मैं जानते हैं. അങ്ങനെ ദരിദ്രരായിരുന്ന അനേക വിശ്വാസികൾ वो എനിക്കറിയാം. कहने नहीं नहीं पापा का मेष में से मैं कुछ खाने वाला नहीं. അവർ वो പറയും घमंडी होते हैं. പിതാവിന്റെ മേശയിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. ऐसे लोगों को मैंने देखा है, मास्टर चंगाई मुझे नहीं चाहिए. ചിലർ പറയും പാസ്റ്റർ എനിക്ക് സൗഖ്യം വേണ്ട. लेकिन हाँ बहुत भक्ति में बढ़ गया. വളരെ ഭക്തിയിലും मैं കൂടി कुछ അവര്. लोगों को कहा എന്നാൽ राजा से बड़ा भक्त बनना नहीं. രാജാവിനേക്കാൾ വലിയ कुछ രാജഭക്തരാവരുത്. लोग राजा से बड़ा राजभक्त है. ചിലർ രാജാവിനേക്കാൾ വലിയ No. രാജഭക്തരാണ്. राजा से बड़ा राजभक्त बनना नहीं है. രാജാവിനേക്കാൾ വലിയ राजा के नीचे രാജഭക്തരാവരുത്. रहो ना. രാജാവിന്റെ यीशु ने देने के लिए तैयार है. യേശു തരാൻ यीशु തയ്യാറാണ്. छुटकारा देने के लिए तैयार है. यीशु सौख्य यीशु विടുതल चंगाई देने के लिए तैयार है. सौख्य विടുതल फिर आप तैयार है. क्यों इनकार कर रहे? നിങ്ങൾ എന്തിനാണ് നിരസിക്കുന്നത്? भक्ति बढ़ के यीशु ने जो दे रहे आशीषों का नाम मत कहो. ഭക്തി കൂടിയിട്ട് യേശുവിന്റെ അനുഗ്രഹം വേണ്ട എന്ന് इस പറയുന്നു. दुनिया में जी रहे आपको खाना चाहिए, पीना चाहिए, रहने का जगह चाहिए. प्रभु देने के लिए, प्रबंध करने के लिए विश्वास योग्य है. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആഹാരം, വസ്ത്രം, താമസിക്കാനുള്ള സ്ഥലം എല്ലാം വേണം. ദൈവം തരാൻ चिंता न തയ്യാറാണ്. करो, हालेलुया. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. पापा है अपने लिए. പിതാവുണ്ട് നമുക്ക് ओ വേണ്ടി. मलका शकमना राम शलखमना. प्रार्थना कर दीजिए, प्रार्थना कर दीजिए. പ്രാർത്ഥിക്കാം. अल्लेला मशकरे रमधुना रगदल. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുഖത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, യേശുവാ, അപ്പാ പിതാവേ, ഓ അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ. अब्बा खुदा तू है मेरा, अब्बा पिता तू है मेरा, अब्बा खुदा
ricalereda. Oh, la barra shekere riconti asma. Reda calara basciandere. Abba Khuda, tu mera pita. Abba ora tashiante la the fire of the Holy Spirit. Rantaria basoro konya seta. Ridara la rama shekere. Abba Khuda, tu mera pita. Oh, tu mera Khuda. Abba Khuda, tu mera pita. स्वर्गीय पिता को आज पुकारे, आज अपने जीवन के ऊपर के हर एक छुटकारे को अपने आप खुदा के पास आकर कहे, तेरे देश में से परमेश्वर वो एक टुकड़ा मेरे लिए काफी है। तेरे देश में से परमेश्वर वो एक दाना मेरे लिए काफी है। मेरे जीवन के छुटकारे के लिए, मेरे जीवन के चंगाई के लिए तेरे मेज से मेरे लिए एक टुकड़ा काफी है। ओ अब्बा खुदा, तू मेरा पिता। अब्बा खुदा, तू मेरा पिता। ओ अब्बा खुदा, तू मेरा पिता। अब्बा पिता, वो अग्नि की सामर्थ। अब्बा पिता, तू मेरा खुदा। अब्बा खुदा, तू मेरा पिता। अब्बा खुदा, तू मेरा पिता। अब्बा खुदा, तू मेरा पिता। ओ यावे राफा Elohim Shaddai Yireh Adonai स्वयं प्रकट होगा। Yes Lord, Yahweh, Yahweh Rapha Elohim Shaddai Adonai स्वयं यहाँ पर ओ जब करे आराधना वो प्रकट होगा। जब उसे बुलाए वो प्रकट होगा। जब उसे ढूंढे वो प्रकट होगा। ओ जब करे आराधना वो, जब उसे बुलाए वो, जब उसे ढूंढे वो प्रकट होगा। यावे यावे राफा स्वयं प्रकट होगा। ईरे स्वयं प्रकट होगा। यावे स्वयं प्रकट होगा। राफा स्वयं प्रकट होगा। ईरे स्वयं प्रकट होगा। स्वयं प्रकट होगा। यावे स्वयं प्रकट होगा। राफा स्वयं प्रकट होगा। ईरे स्वयं प्रकट होगा। स्वयं प्रकट होगा। यावे यावे स्वयं प्रकट होगा। राफा स्वयं प्रकट होगा। ईरे स्वयं प्रकट होगा। स्वयं प्रकट होगा। यावे यावे स्वयं प्रकट होगा। राफा स्वयं प्रकट होगा। रंगारा बाबा रिसा शालो गोरिया सतेरे ओ बाबा बाबा तेरिया सतेरे। यावे स्वयं प्रकट होगा। राफा स्वयं प्रकट होगा। ईरे स्वयं प्रकट होगा। ओ yeah
Rakalera bashanda rakodoro sitaramale. Shande diasmaro koribada. Reha maraka shakare raba. Yeshua. Let your power manifest in this place, Lord. Let the fire of the Holy Spirit move in this place like an anointing on the end times, like the second rain. The power and the fire of the Holy Spirit, Lord, let it fall down like fresh rain, like a fresh rain. Ektaze tet ke saman, ektaze agni ke saman. तेरी आत्मा के अभिषेक इस देह पर बनने पाए। राला माशकोलो। Yes Lord, Yeshua, Musicalia note bara rida kale shoria tsatama reki maria talara bashandere sharaka male olomo sakaraba dere shakadara dere kadara bashadara dere shakoro olomo sakaraba dere kasamiya rate kasaraba shakada dere baba Yeshua सामर्थ में अपने प्रताप में अपने महिमा के प्रताप में परमेश्वर तेरी आत्मा की सानिध्य हर एक व्यक्ति के ऊपर हर एक जुबानों के ऊपर हर एक आत्मा के ऊपर इसी समय उतरने पाए शरारा मदोरो निकासारा कामारे शकारा माले कसिया कामा कमजोरी हर एक बलहीनता आज यीशु मसीह के नाम से आज शक्तियों पे जाने पाए हर एक प्रकार के एडिक्शन हर एक प्रकार के डिप्रेशन हर एक प्रकार के एंजाइटी यीशु मसीह के नाम से यहाँ से दूर होकर जाने पाए in the mighty name of Jesus in the powerful name of Jesus in the matchless name of Jesus Shararabandere Rakarabarandoro Shakara Bella Abba Khuda Tu mera pita Abba Khuda Tu mera pita Abba Khuda Tu mera pita Abba Pita Tu mera Abba
संसार में मेरे लिए और कोई नहीं, मेरे यीशु से बढ़कर, जो मेरे लिए अपने आप को उस सलीब पर जान देकर मेरे लिए छुटकारे का घोषणा करने वाला, मेरे लिए उस स्वर्ग सिंहासन पर स्थान को प्रदान करने वाला, ओ अब्बा खुदा मेरे साथ खड़ा है। ओ अब्बा खुदा तू मेरा पिता, अब्बा खुदा तू मेरा पिता। राता ने कोरो शराबा रिकादा रखले रे बाशादरे रे शकोतिया दा मारा खाले रे बा रिदोरो मोशादारा तेरे कलाराबा शेरादा रे कोरे बासा तेरे कलमारे आंदरे शराबा नो दोरो शकाला रामा रेदा मसा खाले रे बाशादरे रे रातो सिकारामा शादे दिखारे दोरो शिदारा खासी अलमारे रे रिदारा खाला बाशादरे रे बाशादरे अब्बा खुदा तू मेरा पिता, अब्बा खुदा तू मेरा पिता, अब्बा खुदा तू मेरा पिता, अब्बा खुदा तू मेरा पिता। हालेलुया हालेलुया। कीचड़ से खींच कर उबार कर हमें गोद कर उनका संतान बनाया और उनके साथ में मेष में बैठने का अधिकार दिया। अब्बा तेरे मेष में से एक टुकड़ा रोटी भी मेरे लिए काफी है। तेरा अनुग्रह अब्बा मेरे लिए काफी है। उस अनुग्रह में मेरा सब कुछ है, मेरे भविष्य, मेरा सेवकाई, मेरा सब कुछ आपका अनुग्रह में, इसीलिए धन्यवाद। अब्बा आपका अनुग्रह अपने लिए काफी है, इसके लिए धन्यवाद। साथ में प्रार्थना कर दीजिए, साथ में प्रार्थना करेगा जॉस पास्टर आगे आके प्रार्थना करेगा। सब लोग मिलकर प्रार्थना कर दीजिए। अपने अब्बा का मेष में सब कुछ है, ये विश्वास के साथ में आप आज लौट जाओ। आपका चंगाई, आपका भविष्य, सब कुछ उस अब्बा का मेष में है। हालेलुया। धन्यवाद प्रभु जी, हालेलुया। आपने हमें चुन लिया है, आपने हमें गोद लिया है प्रभु। अब्बा पिता करके बुलाने का, पुकारने का अधिकार दिया, इसलिए धन्यवाद प्रभु जी। आज वास्तव में आपकी वचन हमारे हृदय में कार्य किया, इसलिए धन्यवाद प्रभु जी। आपके दया करुणा हमारे ऊपर उंडेल दिया, इसलिए धन्यवाद। आए हुए सभी लोगों को आपने आशीष किया, इसलिए धन्यवाद। सभी को प्रभु जो बीमार है उनको चंगा कर दिया, इसलिए धन्यवाद प्रभु जी। आपके दास को संभाल किया प्रभु जी, इसलिए धन्यवाद। गाना गाने के लिए, आराधना करने के लिए आपके दासों को अपने इस्तेमाल किया, इसलिए धन्यवाद। आज जो वचन दिया उसके अनुसार आने वाला हफ्तों तक प्रभु जीने के लिए, आगे बढ़ने के लिए हमें सहायता दे। हालेलुया। जो दान दिया उस दानों के लिए धन्यवाद। सभीयों को प्रभु आप भरपूरी से वापस कर प्रभु जी। स्वर्गीय भंडार खोल के आशीष कर प्रभु जी। प्रार्थना प्रभु यीशु मसीह का नाम से मांगता है, सुनो और कबूल कर स्वर्गीय पिता।